ഹലോ ഡിയേഴ്സ്, ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് മാത്സിലെ തേർഡ് യൂണിറ്റ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്സ് ഗുണന രീതികൾ ഈ യൂണിറ്റിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, പ്രൊഡക്റ്റ് ഡിഫറൻസ്, ഗുണന വ്യത്യാസം. യു നോ ഹൗ ടു ആഡ് ആൻഡ് മൾട്ടിപ്ലൈ നമ്പേഴ്സ്, ഡോണ്ട് യു? നമ്മൾ ആഡ് ചെയ്യാനും കൂട്ടാനും മൾട്ടിപ്ലൈ ചെയ്യാനും ഗുണിക്കാനും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഹിയർ ഈസ് എ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. എന്താണ്? ഹൗ മച്ച് ഈസ് 15 + 8? 15ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 23 ആണ് അല്ലേ. ആൻഡ് 18 + 5, ഇനി 18ഉം 5ഉം കൂട്ടിക്കഴിഞ്ഞാലോ എത്രയാണ്? അതും 23 തന്നെയാണ് ആൻസർ കിട്ടുക അല്ലേ. നെക്സ്റ്റ്, ട്രൈ മൾട്ടിപ്ലിക്കേഷൻ. ഇനി നിങ്ങൾ ഇത് ഗുണിച്ച് നോക്കി. ഏതാണ്? 15 × 8ഉം 18 × 5ഉം. 15 × 8 ഗുണിച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ 120 ആണ് കിട്ടുക. ഇനി 18 × 5 നിങ്ങൾ ഗുണിച്ച് നോക്കുക, 90 ആണ് കിട്ടുക. അപ്പോൾ ഗുണിക്കുന്ന സമയത്ത് ആൻസർ തമ്മിൽ വ്യത്യാസം വന്നു. പക്ഷേ കൂട്ടുന്ന സമയത്ത്, ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ടിലും 23 ആണ് കിട്ടിയത്. ഇനി ഇത് കൂട്ടുന്ന സമയത്ത്, ആഡ് ചെയ്യുന്ന സമയത്ത് സെയിം ആൻസർ കിട്ടാൻ കാരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് 15 കൂട്ടണം 8നെ എങ്ങനെ എഴുതി? 15നെ 10ഉം 5ഉം ആയിട്ട് എഴുതി, അതിനോട് 8 കൂട്ടി. 18നെ എന്ത് ചെയ്തു? 10ഉം 8ഉം ആയിട്ട് എഴുതി, അതിനോട് 5 കൂട്ടി. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 കൂട്ടണം 8ഉം 8 കൂട്ടണം 5ഉം എത്ര തന്നെയാണ്? 13 ആണ്, 13 ആണ്. ഇനി ഇതിനോട് 10 ആണ് ആഡ് ചെയ്യുന്നത്. 13നോട് 10 ആഡ് ചെയ്താൽ എത്രയായിരിക്കും? 13 + 10 23 ആയിരിക്കും അല്ലേ. അപ്പോൾ രണ്ടിലും ആൻസർ 23 ആയിരിക്കും കിട്ടുന്നത്. അതാണ്, അതിനുള്ള കാരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഗുണിക്കുന്ന സമയത്ത് ആൻസർ വ്യത്യാസമാകാൻ കാരണം, അതായത് 15 ഗുണിക്കണം 8, 15 × 8നെ എങ്ങനെ എഴുതാം? 15നെ 15നെ 10ഉം 5ഉം ആയിട്ട് എഴുതി, അതിന് എന്ത് ചെയ്തു? 8 കൊണ്ട് ഗുണിച്ചാൽ അതിനെ രണ്ടിനെയും 8 കൊണ്ട് ഗുണിച്ചു. ഇനി ബ്രാക്കറ്റ് മാറ്റുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ 10 × 8 ആദ്യം കാണുക, പിന്നെ 5 × 8 കാണുക. അതാണ് ഇവിടെ എഴുതിയത് 10 × 8 + 5 × 8. ഇനി 18 × 5നെ എങ്ങനെ എഴുതാം? 18നെ 18നെ 10ഉം 8ഉം ആയിട്ട് എഴുതി, അതിന് 5 കൊണ്ട് ഗുണിച്ചു. ഇനി ഇത് ബ്രാക്കറ്റ് ഒഴിവാക്കുന്ന സമയത്ത് 10 × 5 പിന്നെ 8 × 5 അങ്ങനെ എഴുതാം. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നത് 10 × 5 + 8 × 5. ഇനി ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 5 × 8ഉം 8 × 5ഉം എത്രയാണ്? 5 ഗുണിക്കണം 8 എത്രയാണ്? 40 ആണ് അല്ലേ, 40 ആണ്. ഇനി 8 × 5, 8 ഗുണിക്കണം 5ഉം 40 ആണ്, 40 ആണ്. അതായത് ഈ സെക്കൻഡ് പാർട്ടിൽ സെയിം ആണ് കിട്ടുന്നത്. പക്ഷേ ഉത്തരം വ്യത്യസ്തമാകാൻ കാരണം ഈ ഫസ്റ്റ് പാർട്ടാണ്. അതായത് 10 × 8 എത്രയാണ്? 80 ആണ് അല്ലേ, 80 ആണ്. 10 × 5 എത്രയാണ്? 50 ആണ്. അപ്പോൾ ഈ 80 + 40 120, 120 ആണ് കിട്ടുക അല്ലേ. ഇനി 50 + 40 90 ആണ് കിട്ടുക. അതാണ് നമ്മൾക്ക് ഗുണിക്കുന്ന സമയത്ത് ആവാൻ കാരണം. ഏതാണപ്പോൾ? ഈ ഫസ്റ്റ് പാർട്ടാണ് ഡിഫറൻസ് വരാൻ കാരണം. സെക്കൻഡ് പാർട്ട് സെയിം ആണ് കിട്ടുന്നത് അല്ലേ. വി ക്യാൻ സീ ദിസ് ബൈ ഡ്രോയിങ് പിക്ചേഴ്സ് ഓൾസോ. ഇത് ചിത്രീകരിച്ച് കാണിച്ചിരിക്കുകയാണ്. ഏതാണ്? അതായത് ഗുണിക്കുന്ന സമയത്ത് ആൻസർ വ്യത്യാസം കിട്ടിയല്ലോ, അത് ചിത്രീകരിച്ച് കാണിച്ചിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ചിത്രം എന്താണ്? പിക്ചർ എന്താണ്? 15 × 8 ഡോട്ട്സ് ആണ്. 15 ഗുണിക്കണം 8 പൊട്ടുകളാണ്. അപ്പോൾ എത്രയാണ് ഉണ്ടാവുക? നമ്മൾ ഗുണിച്ച് നോക്കിയാൽ 120 പൊട്ടുകളാണ്. 15 ഗുണിക്കണം 8 നിങ്ങൾ എണ്ണി നോക്കിയാലും അത്ര തന്നെ ഉണ്ടാകും. ഇനി രണ്ടാമത്തെ പിക്ചറിൽ 18 × 5 ആണ്. അപ്പം എത്ര ഉണ്ടാവുക? 90 പൊട്ടുകളാണ് ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ ഗുണിച്ച സമയത്ത് ഇതുപോലെ തന്നെയാണ് കിട്ടിയത്. നമ്മൾ രണ്ടാമത് സ്പ്ലിറ്റ് ചെയ്തല്ലോ, അതായത് 15നെ 10ഉം 5ഉം ആക്കി. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റിൽ എന്ത് ചെയ്യും? 8 വരികളാണുള്ളത്. അപ്പോൾ 10 ഗുണിക്കണം 8 80 പൊട്ടുകൾ ആദ്യത്തെ ബോക്സിൽ ഉണ്ടാവും. രണ്ടാമത്തെ ബോക്സിൽ 5 ഗുണിക്കണം 8 5 × 8 40 ഡോട്ട്സ് ഉണ്ടാകും അല്ലേ. ഇനി സെക്കൻഡ് പിക്ചർ 18 × 5നെ സ്പ്ലിറ്റ് ചെയ്തതാണ്. അപ്പോൾ 10ഉം 8ഉം ആക്കിയിട്ട് വിഭജിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? 5 വരികളാണുള്ളത്. അപ്പോൾ 10 × 5 50, 50 ഡോട്ട്സ് ഫസ്റ്റ് ബോക്സിലുണ്ട്. ഇനി 8 × 5 40 ഡോട്ട്സ് രണ്ടാമത്തേലുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഈ സെക്കൻഡ് ബോക്സിൽ രണ്ടും സെയിം ആണ്. ഫസ്റ്റ് ബോക്സിലാണ് വ്യത്യാസം വരുന്നത് അല്ലേ. അപ്പം 18 × 5 15 × 8 ഏതായിരിക്കും വലുത്? ഇതിൽ 15 × 8 ആയിരിക്കും വലുത് അല്ലേ. കാരണം എന്താണ്? ഇവിടെ 80 ഡോട്ട്സ് ഉണ്ട്, 80 പൊട്ടുകളുണ്ട്. ഇവിടെ 50 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ലാർജർ കാണാനുള്ള പ്രോബ്ലംസ് നമുക്ക് ചെയ്യാണ്ട്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കി വെക്കുക. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബൈ ലുക്കിംഗ് അറ്റ് ദ പ്രൊഡക്ട്സ് ലൈക്ക് ദിസ് വി ഓൾസോ സീ സം അതർ തിങ്സ്. 15 × 8 ഈസ് ലാർജർ ദാൻ 18 × 5. 15 ഗുണിക്കണം 8 ആണ്, 18 ഗുണിക്കണം 5നേക്കാൾ വലുത്. എത്ര കൂടുതലാണ്? 30 കൂടുതലാണ് അല്ലേ. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ നോക്കി. എന്താണ്? അപ്പോൾ നമ്മൾക്ക് 30 കൂടുതൽ. ഫസ്റ്റ് 15 ഗുണിക്കണം 8 കാണുന്ന സമയത്ത് നമ്മൾക്ക് 120 കിട്ടിയത്. 18 ഗുണിക്കണം 5 90 കിട്ടിയത്. അത് വ്യത്യസ്തമാവാൻ കാരണം എന്താണ്? ഫസ്റ്റ് പാർട്ടിൽ ഇവിടെ 80 വന്നു, ഇവിടെ 18 ഗുണിക്കണം 5 ഇവിടെ 50 ആണ് വന്നത്. അപ്പോൾ എത്രയാണ് ഡിഫറൻസ് കിട്ടിയത്? 50നേക്കാൾ എത്ര കൂടുതലാണ്? 80, 30 കൂടുതലാണ്. അപ്പോൾ 30 കൂടുതലാണെന്ന് കിട്ടിയല്ലേ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പഠിച്ചത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോ ക്യാൻ വി സേ വിച്ച് ഓഫ് 16 × 9 ഓർ 19 × 6 ഈസ് ലാർജർ? ഇതിലേതാണ് വലുതെന്ന് കണ്ടെത്തണം. അപ്പോൾ എന്ത് ചെയ്യാം? 16 × 9നെ
16 10 + 6 എന്ന് എഴുതാം. 10 കൂട്ടണം 6 ആണ് 16, അതിനെ 9 കൊണ്ട് ഗുണിക്കുക. ഇനി ബ്രാക്കറ്റ് ഒഴിവാക്കുന്ന സമയത്ത് ആദ്യം ഫസ്റ്റിൽ 10നെ 9 കൊണ്ട് ഗുണിക്കുക, 6നെ 9 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 10 × 9 + 6 × 9 എന്ന് എഴുതാം. ഇനി 19 × 6 എങ്ങനെ എഴുതാം? 19ന് 10 കൂട്ടണം 9 എന്ന് എഴുതാം, അതിനെ 6 കൊണ്ട് ഗുണിക്കുക. ഇനി എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഒഴിവാക്കുന്ന സമയത്ത് ആദ്യം 10നെ 6 കൊണ്ട് ഗുണിക്കുക, പിന്നെ 9നെ 6 കൊണ്ട് ഗുണിക്കുക. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്കൻഡ് പാർട്ട്, അതായത് 6 × 9ഉം 9 × 6ഉം രണ്ടും 54 ആണ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് ഏതാണ് വലുതെന്നാണ് കാണേണ്ടത്. അതായത് 16 × 9 ആണോ 19 × 6 ആണോ, ഏതാണ് വലുത്, എത്ര കൂടുതലെന്ന് കാണേണ്ടത് അല്ലേ. അപ്പം സെക്കൻഡ് പാർട്ടിൽ 54 ആണ് കിട്ടുന്നത്. ഇനി ഫസ്റ്റ് പാർട്ട് മാത്രം നോക്കിയാൽ മതി. 10 × 9 90 ആണ്. ഇനി 10 × 6 60 ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് വലുത്? 90 ആണ് വലുത് അല്ലേ. അപ്പോൾ ഏത് ജോഡിയാണ് വലുത്? 16 × 9 ആണ് വലുത്. ലാർജർ പെയർ ഏതാണ്? 16 × 9. ഹൗ മച്ച് മോർ? 30 മോർ ആണല്ലേ. അതായത് 60യേക്കാളും 30 കൂടുതലാണ് 90. ഓക്കെ. ഇനി ഇതുപോലെ നൗ ഇൻ ഈച്ച് ഓഫ് ദ പേഴ്സ് ഓഫ് പ്രൊഡക്ട്സ് ഗിവൺ ബിലോ ക്യാൻ യു ഫിഗർ ഔട്ട് ഇൻ യുവർ ഹെഡ് വിച്ച് ഈസ് ലാർജർ ആൻഡ് ഹൗ മച്ച് മോർ. നിങ്ങൾ മനക്കണക്കായിട്ട് ഇത് ചെയ്യണം. ഏതാണ് വലുത്, ഈ താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ ഏതാണ് വലുത്, എത്ര കൂടുതലാണ്, നിങ്ങൾ മനക്കണക്കായിട്ട് ഇതേ രീതിയിൽ കണ്ടെത്തണം. അതായത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ല നിങ്ങൾ മനസ്സിൽ കരുതിയാൽ മതി. ഓക്കെ. ഫസ്റ്റ് ജോഡി ഏതാണ്? 12 × 8 ആൻഡ് 18 × 2. 12 ഗുണിക്കണം 8ഉം 18 ഗുണിക്കണം 2. ഇതിൽ ഏതാണ് വലുത്, എത്ര കൂടുതലാണെന്ന് കണ്ടെത്തണം. അപ്പം 12 × 8നെ എങ്ങനെ എഴുതാം? നമ്മളിപ്പം നേരത്തെ ചെയ്ത ക്രിയ വെച്ച് എന്താണ് 12 × 8നെ എങ്ങനെ എഴുതാം? നമ്മൾക്ക് 12നെ 10ഉം 2ഉം ആയിട്ട് എഴുതാം അല്ലേ. 10 2 ആയിട്ട് എഴുതാം. ഇതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 8 കൊണ്ട് ഗുണിക്കണം അല്ലേ. ഇനി ഏതാണ് 18 ഗുണിക്കണം 2നെ? 18നെ എങ്ങനെ എഴുതാം? 10ഉം 8ഉം ആക്കാം അല്ലേ. 10 കൂട്ടണം 8 ആണ് 18. ഇതിന് എത്ര കൊണ്ടാണ് ഗുണിക്കേണ്ടത്? 2 കൊണ്ടല്ലേ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഇതിനെ ബ്രാക്കറ്റ് ഒഴിവാക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക. അതായത് 10 × 8 കാണുക, പിന്നെ 2 × 8 കാണുക. ഇവിടെയോ 10 × 2 കാണുക, 8 × 2 കാണുക. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 10 × 8 80 ആണ്, 2 × 8 16 ആണ്. അതായത് 12 × 8 ആണ് നമ്മൾ എഴുതിയത് അല്ലേ. 12 × 8 ആണ്. 12 ഗുണിക്കണം 8 ആണ്. ഇനി 18 ഗുണിക്കണം 2ൻ്റെത് ബ്രാക്കറ്റ് ഒഴിവാക്കുന്ന സമയത്ത് എങ്ങനെ വരും? 10 × 2 ആണ്, അപ്പോൾ 20 ആണ്. ഇനി 8 × 2 16 ആണ്. അപ്പം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 16 രണ്ടിലും സെയിം ആണ്. അപ്പോൾ ഏതായിരിക്കും വലുത്? 80 ആണ് 20യേക്കാളും വലുത് അല്ലേ. അപ്പോൾ ഏതാണ് വലുത്? 12 × 8 ആണ് വലുത്. എത്ര കൂടുതലാണ്? 20യേക്കാളും എത്ര കൂടുതലാണ്? 20യേക്കാളും എത്ര കൂടുതലാണ്? 80 60 60 കൂടുതലാണ് അല്ലേ. അപ്പോൾ 80ൽ നിന്ന് 20 കുറച്ച് നോക്കിയാൽ മതി. എത്ര കൂടുതലാണ്? 60 കൂടുതലാണ്. ഇനി ഇത് രണ്ടും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടെ എത്ര കിട്ടും? 96 ആണ്. 12 ഗുണിക്കണം 8 96 ആണ്. ഇനി 18 ഗുണിക്കണം 2 36 ആണ് അല്ലേ. 20യും 16ഉം കൂട്ടിയാൽ 36 ആണ്, 36 ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇതാണ് വലുതെന്ന് കിട്ടും. പക്ഷെ നമ്മൾക്കിത് കൂട്ടി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണ്? ഇത് സെയിം ആണ് അല്ലേ. ഈ 16 രണ്ടിലും സെയിം ആണ്. ഏത് മാത്രം നോക്കിയാൽ മതി? ഈ ഫസ്റ്റ് പാർട്ട് മാത്രം നോക്കിയാൽ മതി അല്ലേ. 80 ആണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ 12 × 8 ആണ് വലുത്. ഇനി രണ്ടാമത്തെ സെക്കൻഡ് നമ്മൾ മനക്കണക്കായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഏതാണ്? 17 × 6 ആൻഡ് 16 × 7. ഇതിലേതാണ് വലുതെന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യുമ്പം ഏതാണ്? 17 × 6 പിന്നെ 16 × 7. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഫസ്റ്റിൽ ഗുണിക്കുന്ന ഏതാണ്? നമ്മൾ ഈ 17 എന്താണ്? 10 + 7 ആണല്ലേ 17. ഇനി 16 എന്താണ്? 10 + 6 ആണ്. ഇത് 1 അല്ല 10 ആണല്ലേ, 10 ആണ്. ഇനി ഇതിനെന്ത് ചെയ്യുന്നു? രണ്ടിനെയും ആദ്യം 10നെ 6 കൊണ്ട് ഗുണിക്കുന്നു, പിന്നെ 7നെ 6 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെയും 10നെ 7 കൊണ്ട് ഗുണിക്കുന്നു, 6നെ 7 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ ഈ 7 × 6ഉം 6 × 7ഉം സെയിം ആണ്. എത്രയാണ്? 42 ആണ് അല്ലേ, 42 ആണ്. അതായത് എങ്ങനെയാണ്? 7 × 6ഉം 6 × 7ഉം എത്രയാണ്? 42 ആണ്. പിന്നെ ഏതാണ്? ഇത് 10 ആണ് അല്ലേ. 10 × 6 എത്രയാണ്? 60 ആണ്. ഇനി 10 × 7 എത്രയാണ്? 70 ആണ്, 60 ആണ്. അപ്പം ഇത് രണ്ടിലും 42 ആണ്. ഇത് സെയിം ആണ് വരുന്നത്. ഏതാണ് വ്യത്യസ്തം വരുന്നത്? ഇത് 60 ആണ്, ഇത് 70 ആണ്. അപ്പോൾ ഏതാണ് കൂടുതൽ? 70 ആണ് 60യേക്കാളും കൂടുതൽ. അപ്പോൾ ഏതായിരിക്കും? 16 × 7 രണ്ടാമത്തെ ക്രിയ ആണ് വലുത്. 16 ഗുണിക്കണം 7 ആണ് വലുത്. എത്ര കൂടുതലാണ്? 10 മോർ ദാൻ 17 × 6. 17 ഗുണിക്കണം 6നേക്കാൾ 10 കൂടുതലാണ് 16 ഗുണിക്കണം 7. അപ്പോൾ എങ്ങനെയാണ്? 16 × 7 ഈസ് ലാർജർ, 10 മോർ ദാൻ 17 × 6. 17 ഗുണിക്കണം 6നേക്കാൾ 10 കൂടുതലാണ് 16 × 7. നെക്സ്റ്റ് നമുക്കിതുപോലെ മനക്കണക്കായി ചെയ്യാം. 13 × 9ഉം 19 × 3ഉം ഇതിലേതാണ് വലുതെന്നാണ് കാണേണ്ടത്.
അപ്പോൾ 13 ഈ 3 ഇൻറ്റു 9 എത്രയാണ് 27 ആണ്. ഈ 9 ഇൻറ്റു 3യും 27 ആണ്. പിന്നെ ഇത് 1 അല്ല 10 ആണ്. 10 ഇൻറ്റു 9 എത്രയാണ് 90 ആണ്. ഇനി 10 ഇൻറ്റു 3 എത്രയാണ് 30 ആണ്. അപ്പോൾ ഇതിലേതാണ് വലുത് 13 ഇൻറ്റു 9 13 ഗുണിക്കണം 9 ആണ് വലുത്. 90 വരുന്നത് അല്ലേ. ഫസ്റ്റ് പാർട്ടിൽ എത്ര കൂടുതലാണ് 30നേക്കാൾ എത്ര കൂടുതലാണ് 90 60 മോർ ദാൻ ഏതാണ് 19 ഇൻറ്റു 3 19 ഗുണിക്കണം 9നേക്കാൾ 60 കൂടുതലാണ് 13 ഗുണിക്കണം 9. അപ്പോൾ മൂന്നാമത്തേൽ ഏതാണ് വലുത് കിട്ടിയത് 13 ഇൻറ്റു 9 ഈസ് ലാർജർ. എത്ര കൂടുതലാണ് 60 മോർ ദാൻ 19 ഇൻറ്റു 3. നെക്സ്റ്റ് ഫോർത്ത് വൺ 25 ഇൻറ്റു 6 26 ഇൻറ്റു 5. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 5 ഇൻറ്റു 6 എത്രയാണ് 30 ആണ്. ഇവിടെ 6 ഇൻറ്റു 5ഉം 30 ആണ്. അപ്പോൾ ഇത് സെയിം ആണ്. ഇത് നമ്മൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നോക്കിയാൽ ഇത് 2 അല്ല 20 ആണ്. 20 ഇൻറ്റു 6 എത്രയാണ് 120 120 ആണ്. ഇനി 20 ഇൻറ്റു 5 എത്രയാണ് 100 ആണ്. അപ്പം 100നേക്കാൾ വലുത് 120 ആണ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും വലുത് 25 ഇൻറ്റു 6 ആണ് വലുത്. എത്ര കൂടുതലാണ് 20 കൂടുതലാണ് അല്ലേ. അപ്പം എങ്ങനെ പറയണം 25 ഇൻറ്റു 6 ഈസ് 20 മോർ ദാൻ 26 ഇൻറ്റു 5. 26 ഗുണിക്കണം 5നേക്കാൾ 20 കൂടുതലാണ് 25 ഗുണിക്കണം 6. അപ്പോൾ ഏതാണ് വലുത് 25 ഇൻറ്റു 6 ഈസ് ലാർജർ. എത്രയാണ് കൂടുതൽ 20 മോർ ദാൻ 26 ഇൻറ്റു 5. 26 ഗുണിക്കണം 5നേക്കാൾ 20 കൂടുതലാണ് 25 ഗുണിക്കണം 6. ഓക്കെ. നെക്സ്റ്റ് റെക്റ്റാങ്കിൾ മൾട്ടിപ്ലിക്കേഷൻ ഗുണിക്കുന്നതാണ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദർ ഇൻ ദിസ് പിക്ചർ. ഈ ചിത്രത്തിൽ എത്ര കുത്തുകളാണുള്ളത് 15 ഗുണിക്കണം 13. അതായത് 13 വരികളും ഒരു വരിയിൽ 15 അപ്പോൾ 15 ഇൻറ്റു 13 എന്ന് എഴുതാം അല്ലേ. ഇത് ഇങ്ങനെ തന്നെ ഗുണിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഗുണിക്കാം മൾട്ടിപ്ലൈ ചെയ്യാം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ എന്ത് ചെയ്തു ഈ 15 എണ്ണത്തിന് ഈ 15 എന്ത് ചെയ്തു 10ഉം 5 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു 10ഉം 5 ആക്കി അല്ലേ. അപ്പം വരികൾ എത്ര തന്നെയാണ് 13 ആണ്. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഫസ്റ്റിൽ 13 ഇൻറ്റു 10 കാണേണ്ടി വരും. പിന്നെ രണ്ടാമതോ 13 ഇൻറ്റു 5 കാണേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ അത് കാണുന്നതിന് പകരമായിട്ടും അതും നമ്മൾക്ക് സിമ്പിളാക്കാൻ വേണ്ടി എന്ത് ചെയ്തു ഈ 13നെ എന്ത് ചെയ്തു 10ഉം 3ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ കോളംസ് എന്ത് ചെയ്തിട്ടുണ്ട് 10ഉം 5 ആക്കിയിട്ടുണ്ട് അല്ലേ. 15നെ 10ഉം 5ഉം ആക്കി 13നെയും 10ഉം 3ഉം ആക്കി. ഇനി ഈ 10 ഇൻറ്റു 10 കണ്ടാൽ മതി. അതായത് താഴോട്ടേക്കും 10 ആണ് ഇങ്ങോട്ടേക്കും 10 ആണ് ഉള്ളത്. അപ്പോൾ 10 ഇൻറ്റു 10 100 ആയിരിക്കും അല്ലേ 10 ഇൻറ്റു 10. ഇനി ബാക്കി എത്ര ഉള്ളത് ഇവിടെ 5 ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു 10. ഇനി എന്താണ് ഇവിടെ ബാക്കിയുള്ളത് 3 ആണ്. അപ്പോൾ 10 ഇൻറ്റു 3 പിന്നെ എത്രയാണ് 5 ഇൻറ്റു 3. ഇത് നമുക്ക് എളുപ്പത്തിൽ കാണാൻ പറ്റും അല്ലേ ഗുണിക്കാൻ പറ്റും അല്ലേ മനക്കണക്കായിട്ട് തന്നെ ഗുണിക്കാൻ പറ്റും. അപ്പോൾ 15 ഇൻറ്റു 13 നമ്മൾ എങ്ങനെ മാറ്റി എഴുതി ഫസ്റ്റിൽ 10 ഇൻറ്റു 10 എന്ന് എഴുതി പിന്നെ 5 ഇൻറ്റു 10 എന്ന് എഴുതി പിന്നെന്താണ് 10 ഇൻറ്റു 3 എഴുതി 5 ഇൻറ്റു 3 എഴുതി. നിങ്ങൾ ഈ വരച്ച ബോക്സിൽ നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ കൂട്ടുന്ന സമയത്ത് എത്രയാണ് കിട്ടുക 100 + 50 + 30 + 15 195 കിട്ടും അല്ലേ. ഇനി ഇതേ രീതിയിലാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മുകളിൽ ചിത്രീകരിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം 18 ഇൻറ്റു 12 കാണാം. അപ്പോൾ 18 എന്ത് ചെയ്യണം 18 ഇൻറ്റു 12 ആണ് കാണേണ്ടത്. അപ്പോൾ 18നെ 10ഉം 8ഉം ആക്കി 18നെ 10ഉം 8ഉം ആക്കി വിഭജിച്ചു. ഇനി 12നെയോ 10ഉം 2ഉം ആക്കി നമ്മൾ നേരത്തെ വരച്ച ചിത്രത്തിൽ ചെയ്തല്ലോ അതുപോലെ ചെയ്തു അല്ലേ. ഇനി എന്ത് ചെയ്യാം ഈ 10നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100 കിട്ടും. ഇനിയോ 10നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 80 കിട്ടും. ഇനിയോ 10 ഇൻറ്റു 2 20 ആണ്. 8 ഇൻറ്റു 2 16 ആണ്. ഇനി എന്ത് ചെയ്യാം ഇതൊക്കെ തമ്മിൽ കൂട്ടുക 100 + 20 + 80 + 16 എത്രയാണ് 216 കിട്ടും അല്ലേ 216 കിട്ടും. ഇനി നമുക്ക് ഈ 18 ഗുണിക്കണം 12 18 ഇൻറ്റു 12 എങ്ങനെയും ചെയ്യാം. അതായത് ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തത് 18നെ 10ഉം 8ഉം ആക്കി. ഇവിടെ 18നെ എന്ത് ചെയ്തു 8ഉം 10ഉം ആക്കി. ആദ്യം 8ആണ് എഴുതിയത്. അതുപോലെ തന്നെ 12ന് എന്ത് 2ഉം 10ഉം ആയിട്ട് എഴുതി അല്ലേ. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി എന്ത് ചെയ്യുക ഫസ്റ്റിൽ 2 ഇൻറ്റു 8 കാണുന്നു. അതായത് ഒറ്റയുടെ സ്ഥാനമാണ് ആദ്യം ഗുണിക്കുന്നത് നമ്മൾ സാധാരണ ഗുണിക്കുന്നത് പോലെ. അതായത് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ 18 ഇൻറ്റു 12 എങ്ങനെയാണ് ആദ്യം 8 ഇൻറ്റു 2 ആണ് നമ്മൾ കാണാറല്ലേ. അപ്പോൾ 36 ആണ് കിട്ടുക. ഇവിടെ അതുപോലെ തന്നെ 36 കിട്ടി. ഇനി പിന്നെ രണ്ടാമത് എന്താണ് ചെയ്യാറ് 10 ഇൻറ്റു 18 കാണും അല്ലേ. അതായത് 12ലത്തെ 10നെ 18 കൊണ്ട് ഗുണിക്കും. അപ്പോൾ 180 കിട്ടും. ഇവിടെയും 180 കിട്ടിയത്. അപ്പോൾ ടോട്ടൽ എത്രയാണ് 216 അല്ലേ. നമ്മൾ സാധാരണ ഗുണിക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ഇതൊക്കെ എന്ത് ചെയ്യുക വലത്ത് ഭാഗത്ത് കൂട്ടി എഴുതുക. അതായത് 100ഉം 8ഉം 80ഉം 180 ആണ്. ഇത് 36 ആണ്. അപ്പോൾ കൂട്ടിയിട്ട് വലത് ഭാഗത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യുക ലാസ്റ്റ് കൂട്ടിയിടുക. ഓക്കെ. ഇനി
ഇതുപോലെ നിങ്ങളോട് ഗുണിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. നൗ ട്രൈ കമ്പ്യൂട്ടിംഗ് ദ പ്രോഡക്ട്സ് ബിലോ ലൈക്ക് ദിസ്. ഇതുപോലെ ഗുണിക്കാൻ വേണ്ടിയാണ്. 13 ഗുണിക്കണം 15 എങ്ങനെ ചെയ്യാം? 13ന് എന്ത് ചെയ്യാം? ആദ്യം 4 കോളം വരയ്ക്കുക. 13ന് 10 3 ആക്കാം അല്ലേ? ഇനി 15ന് 10 5 ആയിട്ട് എഴുതാം. 10 × 10 100 ആണ്. 10 × 3 30 ആണ്. 10 × 5 50 ആണ്. 5 × 3 15 ആണ്. ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 100ഉം 30ഉം 130 ആണ്. അത് വലത് ഭാഗത്ത് എഴുതുക. 50ഉം 15ഉം എത്രയാണ്? 65 ആണ്. അപ്പോൾ മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 130ഉം 65ഉം 195 195 ആണ് ആൻസർ കിട്ടുക. ഇനി നെക്സ്റ്റ് രണ്ടാമത് 17 × 16 എങ്ങനെ ചെയ്യാം? 17നെ നമ്മൾ രണ്ടാമത് ചെയ്ത വഴിയിൽ ചെയ്യാം. 17ന് 7ഉം 10ഉം ആയിട്ട് എഴുതാം. ആദ്യം 7 എഴുതി 10 എഴുതി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 16 ആദ്യം 6 തന്നെ എഴുതണം, 10 എഴുതാൻ പാടില്ല. ഇവിടെ എഴുതിയ പോലെ തന്നെ ഇവിടെ എഴുതണം. ഇനി എന്ത് ചെയ്യാം? 10. ഇനി 6 × 7 42 ആണ്. 6 × 10 60 ആണ്. 7 × 10 70 ആണ്. 10 × 10 100 ആണ്. ഇത് രണ്ടും കൂട്ടുക. 42 + 60 എത്രയാണ്? 102 അല്ലേ? 70 + 100 170 272 ആണ് കിട്ടുക അല്ലേ? ഓക്കെ. നെക്സ്റ്റ് തേർഡ് വൺ 18 × 90. 18ന് 10 + 8, 19ന് 10 + 9 എന്ന് എഴുതാം. 10 × 10 100, 10 × 8 80. ഇനി 10 × 9 90, 8 × 9 72 അല്ലേ? 180, 90 + 72 162. രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം. അപ്പം 342 അല്ലേ? നെക്സ്റ്റ് ഫോർത്ത് വൺ 14 ഗുണിക്കണം 18. 14 × 18. 8 × 4 32 ആണ്. 8 × 10 80 ആണ്. 10 × 4 40. 10 × 10 100. 112 112. ഇനി ഇത് 140 അല്ലേ? രണ്ട് തമ്മിൽ ആഡ് ചെയ്യാം. 252 252. നെക്സ്റ്റ് ലാസ്റ്റ് വൺ 15 × 15. 15 ഗുണിക്കണം 15. 10 ഗുണിക്കണം 10 100 ആണ്. 10 ഗുണിക്കണം 5 50 ആണ്. 10 ഗുണിക്കണം 5 50 ആണ്. 5 ഗുണിക്കണം 5 25 ആണല്ലേ? അപ്പം 150. 100ഉം 50ഉം 150. 50ഉം 25ഉം 75. രണ്ട് തമ്മിൽ കൂട്ടുക. 225 അല്ലേ? 225. ഇനി മൂന്നക്ക സംഖ്യകൾ ഗുണിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 345 × 26. അപ്പോൾ എന്ത് ചെയ്യണം? 3 കോളംസ് വരക്കണം. 345ന് എങ്ങനെ എഴുതാം? 300 + 40 + 5 എന്ന് എഴുതാം. അതായത് 345ന് 300 കൂട്ടണം 40 കൂട്ടണം 5 എന്ന് എഴുതാം അല്ലേ? ഇനി 26ന് 20 + 6. ഇനി ഇത് നമ്മൾ നേരത്തെ ഗുണിച്ച പോലെ തന്നെയാണ്. ഫസ്റ്റിൽ എന്ത് ചെയ്യുക? 20 × 300 കാണുക. 6000 കിട്ടി. അങ്ങനെ ഓരോന്നും ഗുണിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതൊക്കെ തമ്മിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 8970 കിട്ടും അല്ലേ? ഇനി കമ്പ്യൂട്ട് ദ പ്രൊഡക്ട്സ് ബിലോ. ഇതൊക്കെ ഗുണിക്കാനാണ്. ഫസ്റ്റ് വൺ എന്താണ്? 12 × 34. 30 × 10 എത്രയാണ്? 300 ആണ്. 30 × 2 60 ആണ്. 4 × 10 40 ആണ്. 4 × 2 8 ആണ്. ഇത് രണ്ടും കൂട്ടിയാൽ 360 കിട്ടി. 40 + 8 48. അപ്പോൾ എത്രയായിരിക്കും? 801 അല്ലേ? അപ്പോൾ 408 ആണ് കിട്ടുക. നെക്സ്റ്റ് സെക്കൻഡ് വൺ 23 × 45. 40 × 20 കാണാൻ വേണ്ടി ആദ്യം 4 × 2 കാണുക. 4 × 2 8 ആണ്. 20ൻ്റെ ഒരു 0 40ൻ്റെ ഒരു 0. അപ്പോൾ 2 0 കൊടുക്കുക. ഇനി 40 × 3 കാണാൻ വേണ്ടി 4 × 3 12 ആണ്. 40ൻ്റെ ഒരു 0 ഉണ്ട്. അപ്പോൾ അതും ഇട്ട് കൊടുക്കുക. ഇനി 20 × 5 2 × 5 10 ആണ്. അപ്പോൾ 20ൻ്റെ ഒരു 0 ഉണ്ട്. അപ്പോൾ 100. ഇനി 5 × 3 15 ആണ്. 15 ആണ്. ഇനി 800 + 120 എത്രയാണ്? 800 കൂട്ടണം 120 920 ആണ്. ഇനി 100 + 15 115 ആണ്. തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 5 3 10 1035 ആണ് അല്ലേ? നെക്സ്റ്റ് 75 × 75. 70 × 70. 7 × 7 എത്രയാണ്? 49 ആണ്. ഇനി ഈ 70ൻ്റെ ഒരു 0 ഈ 70ൻ്റെ ഒരു 0. അപ്പോൾ 2 0 കൊടുക്കുക. ഇനി 70 × 5. 7 × 5 35 ആണ്. ഒരു 0 ആണുള്ളത് അല്ലേ 70ൻ്റെ? അപ്പം 350. ഇനി 70 × 5 എത്രയാണ്? 350 ആണ് അല്ലേ? ഇനി 5 × 5 25 ആണ്. 4900 350 എത്രയാണ്? 5250 അല്ലേ? ഇനി 350 + 25 375. രണ്ട് തമ്മിൽ ആഡ് ചെയ്യുക. 1625.
നെക്സ്റ്റ് 123 ഇൻറ്റു 45 മൂന്നക്ക സംഖ്യകളാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 3 കോളം വേണം അല്ലേ. വലത്തോട്ടേക്ക് 3 കോളം വരക്കണം, താഴോട്ടേക്ക് 2 കോളം മാത്രമേ വേണ്ടൂ. താഴോട്ടേക്ക് 2 സംഖ്യ വേണ്ടത് അല്ലേ. അപ്പം എത്രയാണ് 123 അല്ലേ. അപ്പം എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, 100 123 100 20 3 എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം 100 എഴുതി, പിന്നെ 20 എഴുതുക, പിന്നെ 3 എഴുതുക. ഇനി താഴോട്ടേക്ക് 45 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പം 40 + 5 ആണ് 45. ഇനി 100 ഗുണിക്കണം 40 എത്രയാണ്, 1 ഗുണിക്കണം 4 4 എഴുതുക. ഇതിൻ്റെ 100ൻ്റെ 2 പൂജ്യം, 40ൻ്റെ 1 പൂജ്യം, അപ്പോൾ 3 പൂജ്യം കൊടുക്കണം. ഇനി 40 ഗുണിക്കണം 20, 4 ഗുണിക്കണം 2 8 ആണ്. അപ്പോൾ എത്ര പൂജ്യം കൊടുക്കണം, 20ൻ്റെ 1 പൂജ്യം, 40ൻ്റെ 1 പൂജ്യം, അപ്പോൾ 2 പൂജ്യം കൊടുക്കുക. ഇനി 40 ഗുണിക്കണം 3, 4 ഗുണിക്കണം 3 12 ആണ്. 12ൻ്റെ കൂടെ 40ൻ്റെ 1 പൂജ്യം കൊടുക്കുക, 120. 100 ഗുണിക്കണം 5 500 ആണ് നമുക്കറിയാം. 5 ഗുണിക്കണം 20 100 ആണെന്നറിയാം. 3 ഗുണിക്കണം 5 15 ആണ് അല്ലേ. എല്ലാം തമ്മിൽ കൂട്ടുക. ഞാൻ താഴെയാണ് എഴുതുന്നത്, ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട്. അപ്പോൾ 4000 കൂട്ടണം 800 കൂട്ടണം 120 എത്രയാണ്, 4920, 4920 ആണ്. ഇനി 500 + 100 + 15 615 ആണല്ലേ. 5535 അല്ലേ. നെക്സ്റ്റ് 320 ഇൻറ്റു 78. ഇത് എത്ര കോളം വേണം, 3 കോളം വരക്കേണ്ട ആവശ്യമില്ല. മൂന്നക്ക സംഖ്യ ആണെങ്കിലും 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിലും 2 കോളം മതി. കാരണം എന്താണ്, 320യെ നമ്മൾക്ക് എങ്ങനെ എഴുതാം, 300 + 20 എന്ന് മാത്രമേ എഴുതേണ്ടതുള്ളൂ. അതായത് ഒറ്റയുടെ സ്ഥാനത്ത് 0 വരുന്നത്. അപ്പോൾ ഇത് ഒരുമിച്ചാണ്, 10ൻ്റെ സ്ഥാനത്ത് അത് 20 ഒരുമിച്ചാണ് എഴുതുന്നത്. അപ്പോൾ 2 കോളം മാത്രം മതി. ഇനി ഏതുകൊണ്ടാണ് ഗുണിക്കേണ്ടത്, 78 കൊണ്ട് അല്ലേ. 78ന് 7 + 8 എന്ന് എഴുതാം. ഇനി 70 ഇൻറ്റു 300 എത്രയാണ്, 7 × 3 21 ആണ്. എത്ര പൂജ്യം വേണം, 300ൻ്റെ 2 പൂജ്യം, 70ൻ്റെ 1 പൂജ്യം, അപ്പോൾ 3 പൂജ്യം കൊടുക്കുക, 21,000. ഇനി 70 × 20 എത്രയാണ്, 7 × 2 14 ആണ്. 2 പൂജ്യം കൊടുക്കുക. ഇനി 300 × 8 8 × 3 24 ആണ്. 24ൻ്റെ കൂടെ 300ൻ്റെ 2 പൂജ്യം കൊടുക്കുക. 8 × 20 എത്രയാണ്, 8 × 2 16 ആണ്, 16 ആണ്. അതിൻ്റെ കൂടെ 1 പൂജ്യം കൊടുക്കുക. ഇനി ഇതൊക്കെ കൂട്ടുക. എത്രയാണ്, 21,000 + 1,400 എത്രയാണ്, 22,400 ആണല്ലേ. പ്ലസ് 2,400 + 160 എത്രയാണ്, 2,560. 0 6 9 4 2 എത്രയാണ്, 24,960. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഗിവൺ ദാറ്റ് 36 × 15 = 540. കമ്പ്യൂട്ട് ദ ഫോളോയിങ് പ്രോഡക്ട്സ് ഇൻ യുവർ ഹെഡ്. അതായത് 36 ഗുണിക്കണം 15 540 ആണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ക്രിയകൾ ഇതിനനുസരിച്ച് നിങ്ങൾ മനക്കണക്കായിട്ട് ചെയ്യണം, ഗുണിക്കാൻ പാടില്ല. ഫസ്റ്റ് വൺ എന്താണ്, 36 ഗുണിക്കണം 16 അല്ലേ, 36 × 16. അപ്പം എങ്ങനെയാണ് കാണേണ്ടത്, ഈ 36 ഗുണിക്കണം 15, 36 × 15 എത്രയാണ്, 540 ആണ്. 36 ഗുണിക്കണം 15 540 ആണ്. അങ്ങനെയാണെങ്കിൽ 36 ഗുണിക്കണം 16 എത്രയായിരിക്കും, അതായത് 36 ഗുണിക്കണം 15 എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്, 36നെ 15 പ്രാവശ്യം കൂട്ടിക്കഴിഞ്ഞാൽ 540 ആണ് കിട്ടുക. അപ്പോൾ 36നെ 16 പ്രാവശ്യം കൂട്ടുന്നതെന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 36 കൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ ഈ 540 15 പ്രാവശ്യം കൂട്ടുമ്പോൾ 540 ആണ് കിട്ടുന്നത്. അപ്പോൾ 16 പ്രാവശ്യം കൂട്ടുമ്പോൾ ഒരു 36 കൂടി ഇതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ എത്രയാണ്, 576 ആണ് കിട്ടുക. ഓക്കെ. ഇനി സെക്കൻഡ് 37 × 15 37 ഗുണിക്കണം 15 അപ്പോൾ എത്രയായിരിക്കും, അപ്പോൾ ഇതിൽ 36 അല്ല കൂട്ടേണ്ടത്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. അതായത് 36 ഗുണിക്കണം 15 540 ആണ്. അപ്പോൾ 37 ഗുണിക്കണം 15 എന്നാൽ എന്താണ് അർത്ഥം, ഈ 36നോട് 1 കൂട്ടിയാലാണ് 37 ആവുക അല്ലേ. അപ്പം 1 കൂട്ടുന്നത്. 36നെ 15 പ്രാവശ്യം 15 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്, അതായത് 36നെ 15 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് 540 കിട്ടുന്നത്. അപ്പോൾ 37 എന്ന് പറയുമ്പോൾ ഈ 36ൻ്റെ കൂടെ 1 കൂടുന്നത്. എത്ര തവണ കൂടണം, 15 തവണ കൂടണം അല്ലേ. അപ്പോൾ എത്രയാണ്, 540ൻ്റെ കൂടെ 15 കൂട്ടുക. അപ്പോൾ എത്രയാണ്, 555 ആണ് ആൻസർ. നെക്സ്റ്റ് 36 × 14 36 ഗുണിക്കണം 14 ആണ്. അതായത് ഒരു 36 കുറക്കണം അല്ലേ. 36നെ 15 തവണ കൂട്ടുമ്പോൾ, അതായത് 36നെ 15 കൊണ്ട് ഗുണിക്കുമ്പോൾ 540 ആണ്. അപ്പോൾ 36നെ 14 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായിരിക്കും, 36 14 പ്രാവശ്യം കൂട്ടുന്നുള്ളൂ അല്ലേ. 15 പ്രാവശ്യം കൂട്ടുമ്പോഴാണ് 540. അപ്പോൾ 14 പ്രാവശ്യം കൂട്ടുന്ന പറയുമ്പോൾ ഒരു 36 കുറക്കണം. അപ്പോൾ എത്രയായിരിക്കും, 504 ആയിരിക്കും അല്ലേ. ഓക്കെ. നെക്സ്റ്റ് 35 × 15 അതായത് 36 × 15 എത്രയാണ്, 540 ആണ്. അപ്പോൾ 36 നിന്ന് 1 കുറച്ചാണ് 35. അപ്പോൾ എത്ര പ്രാവശ്യം കുറക്കണം, 15 പ്രാവശ്യം 1 കുറക്കണം അല്ലേ. അപ്പം 540 നിന്ന് 15 കുറക്കുക, മൈനസ് ചെയ്യുക. അപ്പോൾ എത്രയായിരിക്കും, 525 ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 16 ഗേവ് 1360.
ഏതോ ഒരു നമ്പറിനെ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 1360. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നെക്സ്റ്റ് നമ്പർ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16? അതായത് ഏതോ ഒരു നമ്പറിനെ 16 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 1360 കിട്ടുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത നമ്പറിന്, അതായത് ഇപ്പോൾ 1നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16 കിട്ടും അല്ലേ? ഇനി 2നെ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയായിരിക്കും? 32 ആയിരിക്കും. അതായത് 16 കൂട്ടണം 16. അതായത് തൊട്ടടുത്ത നമ്പറിനെ എന്ന് പറയുമ്പോൾ ഏത് സംഖ്യയോടാണോ ഗുണിക്കുന്നത് ആ സംഖ്യ തന്നെയാണ് അതിൻ്റെ ഒന്നിച്ച് കൂടുക അല്ലേ? അതായത് ഇങ്ങനെ 16 കൂടി കൂടി വരികയാണ് ചെയ്യുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? ഏതോ ഒരു നമ്പറിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി? 1360 കിട്ടി. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്രയായിരിക്കും? ഇതിൻ്റെ കൂടെ 16 കൂട്ടുക. അപ്പോൾ എത്രയാണ്? 1376 ആയിരിക്കും ആൻസർ. ഇനി അതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട്, വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഇഫ് ദ നമ്പർ ജസ്റ്റ് ബിഫോർ ദിസ് ഈസ് മൾട്ടിപ്ലൈഡ് ബൈ 16? ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ നമ്പറിനെ 16 കൊണ്ട് ഗുണിച്ചാൽ എത്രയായിരിക്കും? തൊട്ട് മുമ്പത്തെ നമ്പറിനെ പറയുമ്പോൾ ഒരു 16 കുറക്കണം അല്ലേ? അപ്പോൾ 1360 മൈനസ് 16 മൈനസ് 16, അപ്പോൾ എത്രയാണ്? 1344. ഓക്കെ. നെക്സ്റ്റ് സ്ക്വയർ നമ്പേഴ്സ്, സമചതുര സംഖ്യകൾ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് വേസ് ടു അറേഞ്ച് 36 ഡോട്ട്സ് ഇൻറ്റു റെക്റ്റാങ്കിൾസ്? 36 പൊട്ടുകളെ നമ്മൾക്ക് ചതുരാകൃതിയിൽ എങ്ങനെയൊക്കെ ക്രമീകരിക്കാം? അതായത് 36 പൊട്ടുകളെ 2 വരികളാക്കി വെക്കാം. അപ്പോൾ ഒരു വരിയിൽ എത്ര ഉണ്ടാവും? 18 ഉണ്ടാവും. മറ്റേ വരിയിലും 18 ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾക്ക് എങ്ങനെ എഴുതാം? 2 × 18 എന്ന് എഴുതാം. 2 ഗുണിക്കണം 18, അപ്പോൾ എത്രയാണ്? 36 ആണ്. 36 പൊട്ടുകളെ 2 വരികളാക്കി ക്രമീകരിച്ചു. ഇനി ഇത് മാത്രമല്ല, 36 പൊട്ടുകളെ എങ്ങനെയും ക്രമീകരിക്കാം? 3 വരികളാക്കാം അല്ലേ? അപ്പം ഒരു വരിയിൽ എത്ര ഉണ്ടാകും? 3 വരികളാക്കുമ്പോൾ ഒരു വരിയിൽ 12 ഉണ്ടാകും. അപ്പം 3 × 12 എത്രയാണ്? 36 ആണ്. ഇനി എങ്ങനെ ക്രമീകരിക്കാം? 4 വരികളാക്കാം അല്ലേ? അപ്പോൾ 4 വരികളാക്കുമ്പോൾ ഒരു വരിയിൽ എത്ര ഉണ്ടാകും? 9 ഉണ്ടാകും അല്ലേ? അപ്പോൾ 4 × 9 എന്ന് എഴുതാം. 4 × 9 എത്രയാണ്? 36 ആണ്. ഇനി 5 വരികളാക്കാൻ പറ്റില്ല. 36 പൊട്ടുകൾ 6 വരികളാക്കാം അല്ലേ? 6 വരികൾ. അപ്പോൾ ഒരു വരിയിൽ എത്ര ഉണ്ടാകും? ഒരു വരിയിൽ 6 തന്നെ ഉണ്ടാകും. അപ്പോൾ 6 × 6 എത്രയാണ്? 36 ആണ്. അപ്പോൾ ഇതാണ് സ്ക്വയർ നമ്പർ. ഏത്? ഈ 36 ആണ് സ്ക്വയർ നമ്പർ. അതായത് നമ്മൾ ഈ 36 ഡോട്ട്സിനെ 36 പൊട്ടുകളെ സമചതുരാകൃതിയിൽ ക്രമീകരിച്ചു അല്ലേ? അതായത് 6 വരികൾ, ഒരു വരിയിൽ 6 എണ്ണം. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 6 × 6 ഈസ് ഈക്വൽ ടു 36 ആണ്. അപ്പോൾ 36 എന്നുള്ളത് 36 എന്താണ്? ഒരു സ്ക്വയർ നമ്പറാണ്, ഒരു സമചതുര സംഖ്യയാണ്. ഇനി എല്ലാ നമ്പേഴ്സും സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കുമോ? അല്ല അല്ലേ? ക്യാൻ വി മേക്ക് എ സ്ക്വയർ വിത്ത് എനി നമ്പർ ഓഫ് ഡോട്ട്സ്? എത്രയെങ്കിലും എണ്ണം കുത്തുകൾ നമ്മൾക്ക് ഇങ്ങനെ സ്ക്വയർ രീതിയിൽ സ്ക്വയർ ഷേപ്പിൽ ക്രമീകരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇപ്പം 20 ആണെങ്കിൽ അല്ലെങ്കിൽ 30 ആണെങ്കിൽ 36ൻ്റെ തൊട്ട് മുമ്പ് 35 ആണെങ്കിൽ ഈ 35 നമ്പേഴ്സിന് നമുക്ക് വരിയും നിരയും ഒരേ രീതിയിൽ ക്രമീകരിക്കാൻ പറ്റില്ല അല്ലേ? 7 × 5 35 ആണ്. അപ്പോൾ 7ഉം 5 ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ ഒരേ എണ്ണം വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ നമ്പേഴ്സും സ്ക്വയർ നമ്പേഴ്സ് അല്ല. 25 ഡോട്ട്സിനെ സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്താണ് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് സ്ക്വയർ നമ്പർ വരുന്നത് 1 ആണ്. കാരണം എന്താണ്? 1 × 1 1 ആണ്. നെക്സ്റ്റ് സെക്കൻഡ് സ്ക്വയർ നമ്പർ 4 ആണ്. 2 × 2 4 ആണ്. നെക്സ്റ്റ് തേർഡ് സ്ക്വയർ നമ്പർ 9 ആണ്. 3 × 3. ഫോർത്ത് 16. 4 × 4. ഫിഫ്ത്ത് 25. 5 × 5. സിക്സ്ത്ത് 36. 6 × 6. ഇനി സെവൻത്ത് സ്ക്വയർ നമ്പർ വരുന്നത് 49 ആണ്. ഏതാണ്? 7 × 7 ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ സ്ക്വയർ നമ്പർ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഫസ്റ്റ് 1 ആണ് വരുന്നത് അല്ലേ? 1 × 1 ആണ്. സെക്കൻഡ് എന്ന് പറയുമ്പോൾ 2 ഗുണിക്കണം 2 ആണ് സെക്കൻഡ് സ്ക്വയർ നമ്പർ. തേർഡ് സ്ക്വയർ നമ്പർ 3 × 3 ആണ്. ഇനി ഫോർത്ത് സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ 4നെ 4 കൊണ്ട് ഗുണിക്കുക ചെയ്യുന്നത്. അപ്പം സിക്സ്ത് സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ 6നെ 6 കൊണ്ട് ഗുണിക്കുക ചെയ്യുന്നത്. 10th സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ 10നെ 10 കൊണ്ട് ഗുണിക്കുക ചെയ്യുന്നത്. ഇനി 15th സ്ക്വയർ നമ്പർ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 15നെ 15 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. നമ്മൾക്ക് ഇതൊക്കെ വെച്ച് പ്രോബ്ലം ചെയ്യാണ്ട്. ഇനി ഇതുകൂടാതെ മറ്റൊരു കാര്യം കൂടി അറിയാനുള്ളത്, അതായത് ഇത് 4 എന്നുള്ളത് രണ്ടാമത്തെ സ്ക്വയർ നമ്പറാണ്. ഇത് കിട്ടാൻ വേണ്ടി ആദ്യത്തെ 2 ഒറ്റസംഖ്യകളാണ് കൂട്ടുന്നത്. ഇനി അതായത് നിങ്ങൾ ഈ ഡോട്ട്സ് ക്രമീകരിച്ച് നോക്കുക. 1 + 3 ആണ്. ഇനി 9 മൂന്നാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ആദ്യത്തെ 3 ഒറ്റസംഖ്യകളാണ് കൂട്ടുന്നത്. ഇനി നാലാമത്തെ കിട്ടാൻ ആദ്യത്തെ 4 ഒറ്റസംഖ്യകൾ കൂട്ടുന്നു. അഞ്ചാമത്തെ കിട്ടാൻ ആദ്യത്തെ 5 ഒറ്റസംഖ്യകൾ കിട്ടുന്നു. അപ്പോൾ ആറാമത്തെ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ 6 ഒറ്റസംഖ്യകൾ കൂട്ടുക. ഏഴാമത്തെ കിട്ടാൻ ആദ്യത്തെ 7 ഒറ്റസംഖ്യകൾ കൂട്ടുക. പത്താമത്തെ കിട്ടാൻ എന്ത് ചെയ്യണം? ആദ്യത്തെ 10 ഒറ്റസംഖ്യകൾ കൂട്ടണം. 15ാമത്തെ കിട്ടാൻ ആദ്യത്തെ 15 ഒറ്റസംഖ്യകൾ കൂട്ടിയാൽ മതി. ഇത് വെച്ചും പ്രോബ്ലം ചെയ്യാനുണ്ടാകും. ഇനി മറ്റൊരു കാര്യം കൂടെ അറിയാനുള്ളത്, ഇപ്പോൾ 1 3
5, 7, 9, 11, 13, 15 ഇങ്ങനെ ഇതൊക്കെ ഒറ്റ സംഖ്യകളാണ്, ഓഡ് നമ്പേഴ്സാണ്. ഇനി താഴെ എഴുതിയിരിക്കുന്നത് സ്ക്വയർ നമ്പേഴ്സാണ്. 1, 4, 9, 16 ഇങ്ങനെ സ്ക്വയർ നമ്പേഴ്സാണ്. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് ഓഡ് നമ്പർ 1 ആണ്, ഫസ്റ്റ് സ്ക്വയർ നമ്പർ 1 ആണ്. ഇനി രണ്ടാമത് നമ്മൾ ഇപ്പം നേരത്തെ പഠിച്ച ചിത്രത്തിൽ എന്താ പഠിച്ചത്, ആദ്യത്തെ രണ്ട് ഒറ്റ സംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും, രണ്ടാമത്തെ സ്ക്വയർ നമ്പർ കിട്ടും. ഇനി ഇത് കൂടാതെ മനസ്സിലാക്കാനുള്ളത്, അതായത് ആദ്യത്തെ സ്ക്വയർ നമ്പറിൻ്റെ കൂടെ രണ്ടാമത്തെ ഒറ്റ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ, ഓഡ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ക്വയർ നമ്പർ കിട്ടും. ഇനി രണ്ടാമത്തെ സ്ക്വയർ നമ്പറിൻ്റെ കൂടെ മൂന്നാമത്തെ ഒറ്റ സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്ക്വയർ നമ്പർ കിട്ടും. ഇനി മൂന്നാമത്തെ സ്ക്വയർ നമ്പറിൻ്റെ കൂടെ നാലാമത്തെ ഒറ്റ സംഖ്യ കൂട്ടിയാൽ എന്ത് കിട്ടും, നാലാമത്തെ സ്ക്വയർ നമ്പർ കിട്ടും. ഇനി നാലാമത്തെ സ്ക്വയർ നമ്പറിൻ്റെ കൂടെ അഞ്ചാമത്തെ ഒറ്റ സംഖ്യ കൂട്ടിയാൽ അഞ്ചാമത്തെ സ്ക്വയർ നമ്പർ കിട്ടും. ഇങ്ങനെ ഇത് തുടർന്ന് പോകും. അപ്പോൾ നമ്മൾ ഇതും മനസ്സിലാക്കി വെക്കണം. ഇത് വെച്ച് നമുക്ക് കണക്ക് ചെയ്യാണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, വിച്ച് നമ്പർ ഈസ് ടു ബി ആഡഡ് ടു 25 ടു ഗെറ്റ് ദ നെക്സ്റ്റ് സ്ക്വയർ. 25ൻ്റെ കൂടെ ഏത് നമ്പർ കൂട്ടിക്കഴിഞ്ഞാലാണ് അടുത്ത സ്ക്വയർ നമ്പർ കിട്ടുക. അപ്പോൾ നമ്മൾ പഠിച്ചു അല്ലേ, ഞാനിപ്പോൾ പറഞ്ഞല്ലോ നമ്മൾക്ക് പ്രോബ്ലം ചെയ്യാണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഏത് ക്രിയയാണ് എടുക്കേണ്ടത്, 25 എന്നത് എത്രാമത്തെ സ്ക്വയർ നമ്പറാണ്, അഞ്ചാമത്തെ സ്ക്വയർ നമ്പറാണ് 25. അപ്പം ഈ അഞ്ചാമത്തെ സ്ക്വയർ നമ്പറിൻ്റെ കൂടെ ആറാമത്തെ ഒറ്റ സംഖ്യയാണ് കൂട്ടേണ്ടത്. ആറാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്, 11 ആണ്, 11 ആണ്. അപ്പോൾ എത്രയാണ് അടുത്ത സ്ക്വയർ നമ്പർ, 36. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ടു ഗെറ്റ് സ്ക്വയർ 36, 36 എന്ന സ്ക്വയർ കിട്ടാൻ വേണ്ടി ഹൗ മെനി ഓഡ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 1 മസ്റ്റ് ബി ആഡഡ്. ഒന്നിൽ തുടങ്ങുന്ന എത്ര, അതായത് 1 മുതൽ തുടങ്ങുന്ന എത്ര ഓഡ് നമ്പേഴ്സാണ് 36 കിട്ടാൻ വേണ്ടി കൂട്ടേണ്ടത്. അപ്പോൾ 36 എത്രാമത്തെ സ്ക്വയർ നമ്പറാണ്, ആറാമത്തെ സ്ക്വയർ നമ്പറാണ് അല്ലേ. അപ്പോൾ ആറാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, ആദ്യത്തെ 6 ഒറ്റ സംഖ്യകൾ കൂട്ടണം നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ആദ്യത്തെ 6 ഒറ്റ സംഖ്യകളാണ് കൂട്ടേണ്ടത്. അതാണ് ആൻസർ. എത്ര എണ്ണം കൂട്ടണം, 6 ഓഡ് നമ്പേഴ്സാണ് കൂട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ നോക്കാം, നമുക്ക് ആദ്യത്തെ 6 ഒറ്റ സംഖ്യകൾ 1 + 3 + 5 + 7 + 9 + 11 അല്ലേ. ഇനി ഇതൊക്കെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുക, നിങ്ങൾ കൂട്ടി നോക്കുക, 36 തന്നെയാണ് കിട്ടുക. ഓക്കെ, നെക്സ്റ്റ്, അറ്റ് വിച്ച് പൊസിഷൻ ഇഫ് 36 ഇഫ് സ്ക്വയേഴ്സ് ആർ ഓർഡേഡ് 1, 4, 9 ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ 36 എവിടെയാണ് വരിക, 9 കഴിഞ്ഞാൽ എത്രയാണ് അടുത്ത സ്ക്വയർ നമ്പർ, 16 ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ 25 ആണ്. അത് കഴിഞ്ഞാൽ 36 ആണ് അല്ലേ. അപ്പം ഏത് പൊസിഷനിലാണുള്ളത്, ആറാമത്തെ പൊസിഷനിലാണുള്ളത് അല്ലേ. ഇനി ഇതിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇതൊക്കെ ഒറ്റ സംഖ്യയുള്ള ഓഡ് നമ്പേഴ്സാണ്, ഇത് സ്ക്വയർ നമ്പേഴ്സാണ്. അപ്പോൾ അടുത്ത എത്രയായിരിക്കും വരിക, അടുത്തത് 9, ഇവിടെ എത്ര വരും, 25 അല്ലേ, അഞ്ചാമത്തെ. ഇനി നെക്സ്റ്റ് എത്രയാണ്, 11, അപ്പോൾ ഇവിടെ 36 ആവും. നെക്സ്റ്റ് 13, 13 എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ താഴെ എത്ര വരും, 49, അടുത്ത സ്ക്വയർ നമ്പർ കിട്ടും അല്ലേ. ഓക്കെ, നെക്സ്റ്റ്, നൗ ട്രൈ ദീസ് പ്രോബ്ലംസ്. ഈ കണക്കുകൾ ചെയ്യാനാണ്. ഫസ്റ്റ് വൺ എന്താണ്, കാൽക്കുലേറ്റ് 11 × 11 ആൻഡ് 100, 11 × 100, 11. 11 × 11 എത്രയാണെന്ന് നോക്കാം. എത്രയാണ്, 121 ആണല്ലേ. ഇനി 111 × 111, 12,321 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ 11 എന്നാൽ 2 ones ആണ്, 2 ഒന്നുകളാണ് ഇതിലുള്ളത് അല്ലേ. അപ്പം ആൻസറിൽ എങ്ങനെയാണ്, 2 നടുക്ക് എഴുതി, അപ്പുറം ഇപ്പുറം 1 എഴുതി. ഇനി 111 3 ഒന്നാണ് ഉള്ളത്. അപ്പം 3 ഒന്നിനെ 3 ഒന്ന് കൊണ്ട് ഗുണിക്കുമ്പോൾ 3 നടുക്ക് എഴുതി ആൻസറിൽ. എന്നിട്ട് 2 1 ഇപ്പുറത്തും 2 1 വലതു ഭാഗത്തും എഴുതി കൊടുത്തു. അപ്പം ഇനി നെക്സ്റ്റ് നിങ്ങൾ ചോദിച്ചത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ക്യാൻ യു ഗസ് ദാറ്റ് 1111 × 1111 വുഡ് ബി. നിങ്ങൾ ഇനി ഊഹിച്ച് പറയണം. അങ്ങനെയാണെങ്കിൽ 1111 ഗുണിക്കണം 1111 എത്രയായിരിക്കും എന്ന്. അതായത് 2 ഒന്നുകൾ ഗുണിക്കുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത്, 121, അതായത് 2 നടുക്ക് വന്നു അല്ലേ. ഇനി 3 ഒന്നുകൾ 111 ഗുണിക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടിയത്, 3 നടുക്ക് എഴുതിയിട്ട് ഇങ്ങനെയാണ് കിട്ടിയത് ഉത്തരം. അപ്പം 4 ഒന്നാണ് 1111 അല്ലേ. അപ്പം 4 നടുക്ക് എഴുതുക, 3 2 1, 3 2 1 എത്രയാണ്, 12,34,321 ആണ് കിട്ടുക. ഇതാണ് നമ്മൾ ഊഹിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് വെദർ യുവർ ഗസ് ഈസ് കറക്റ്റ്. നിങ്ങൾ ഊഹിച്ചത് ശരിയാണോ എന്ന് നിങ്ങൾ ഒന്ന് ഗുണിച്ച് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് ഏതന്നെയായിരിക്കും കിട്ടുക, ഇതന്നെയായിരിക്കും കിട്ടുക. ഇനി ഇതിൻ്റെ തേർഡ് പാർട്ട് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പാറ്റേൺ ഓഫ് സച്ച് പ്രൊഡക്ട്സ്. ഇതുപോലുള്ള പ്രൊഡക്ട്സിൻ്റെ പാറ്റേൺ എഴുതാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് പാറ്റേൺ എങ്ങനെ എഴുതാം, ഫസ്റ്റിൽ എന്ത് വരും, 11 × 11 എത്രയാണ്, 121 അല്ലേ, 2 നടുക്ക് എഴുതി. ഇനി 111 × 111, അപ്പം 3 ഒന്നുണ്ട്, 3 നടുക്ക് എഴുതി. അപ്പോൾ എത്രയാണ് സംഖ്യ വരുന്നത്, 12,321 അല്ലേ. ഇനി 1111 × 1111 4 ഒന്നുണ്ട്, അപ്പോൾ 4 നടുക്ക് എഴുതി, 2 3 1 ഇപ്പുറം എഴുതി. എത്രയാണ് സംഖ്യ, 12,34,321 അല്ലേ.
ഇനി 5 1 ഗുണിക്കുന്നതാണെങ്കിലോ, അതായത് 11,111 ഗുണിക്കണം 11,111. അപ്പോൾ എന്ത് വരും? 5 നടുക്ക് എഴുതുക, 4 3 2 ഇടത് ഭാഗത്തും 4 3 2 1 വലത് ഭാഗത്തും എഴുതുക അല്ലേ. ഇനി അതുപോലെ തന്നെ 6 1 വരുമ്പോൾ 6 നടുക്ക് എഴുതുക, 5 4 3 2 1 ഇടത് ഭാഗത്ത് 5 4 3 2 1 വലത് ഭാഗത്ത് എഴുതുക. അപ്പോൾ ആ സംഖ്യ ആയിരിക്കും ഉത്തരമായിട്ട് കിട്ടുക. ഇതുപോലെ ഈ പാറ്റേൺ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യല്ലേ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദ ഫോളോയിങ് കാൽക്കുലേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന കാൽക്കുലേഷൻ നോക്കുക. 1 + 3 = 4 ആണ്. അതായത് 1 3 കൂട്ടിക്കഴിഞ്ഞാൽ 4 ആണ്. അതായത് 1 എന്താണ്? ഫസ്റ്റ് സ്ക്വയർ നമ്പറാണ്. 3 രണ്ടാമത്തെ ഒറ്റ സംഖ്യ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ കിട്ടുന്നത് എന്താണ്? രണ്ടാമത്തെ സ്ക്വയർ നമ്പറാണ് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ സ്ക്വയർ നമ്പറിൻ്റെ കൂടെ മൂന്നാമത്തെ ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ മൂന്നാമത്തെ സ്ക്വയർ നമ്പർ കിട്ടുന്നു. മൂന്നാമത്തെ സ്ക്വയർ നമ്പറിൻ്റെ കൂടെ നാലാമത്തെ ഒറ്റ സംഖ്യ കൂട്ടുമ്പോൾ നാലാമത്തെ സ്ക്വയർ നമ്പർ കിട്ടുന്നു. അപ്പം നെക്സ്റ്റ് എത്രയായിരിക്കും വേണ്ടത്? നാലാമത്തെ സ്ക്വയർ നമ്പർ 16ൻ്റെ കൂടെ അഞ്ചാമത്തെ ഒറ്റ സംഖ്യ 9 കൂട്ടുക. അപ്പോൾ 25 കിട്ടും. നെക്സ്റ്റ് 25 പ്ലസ് ഈ 25ൻ്റെ കൂടെ 11 കൂട്ടുക, 36. 36 + 13 = 49. 49 + 15 = 64. 64 + 17 = 81. 81 + 19 = 100 അല്ലേ. അപ്പോൾ 100 വരെ പാറ്റേൺ എഴുതി. നമ്മളോട് ഇത് 100 വരെ 100 വരെ എഴുതാനാണ് പറഞ്ഞത്. കണ്ടിന്യൂ ദിസ് ടു കംപ്ലീറ്റ് ദ സ്ക്വയേഴ്സ് അപ് ടു 100. 100 വരെ എഴുതാൻ വേണ്ടി പറഞ്ഞു. നമ്മൾ 100 വരെ എഴുതി അല്ലേ. Next third question. How many odd numbers like 1 3 5 are to be added to get 400? 1 3 5 7 9 അതായത് ആദ്യത്തെ ഒറ്റ സംഖ്യകൾ. ഇതുപോലെ എത്ര ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് 400 കിട്ടുക? അപ്പോൾ നമുക്കറിയാം 400 എന്താണ്? ഒരു സ്ക്വയർ നമ്പറാണ് അല്ലേ. കാരണം എന്താണ്? 400 കിട്ടുക 20 × 20 400 ആണ്. അതായത് ഒരു നമ്പറിന് അതേ നമ്പർ, ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന നമ്പറാണ് സ്ക്വയർ നമ്പർ. അപ്പോൾ 400 സ്ക്വയർ നമ്പറാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ സ്ക്വയർ നമ്പറായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അത് വെച്ച് ഈ പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇവിടെ കാണേണ്ടത് എന്താണ്? എത്ര ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് 400 കിട്ടുക എന്നല്ലേ. നമ്മൾ എന്ത് കണ്ടു? 400 കിട്ടാൻ വേണ്ടി 20യെ 20 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. 20 × 20 ആണ് 400. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. എന്താണ്? അതായത് ഒന്നാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടി 1 കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്തത്? 1നെ 1 കൊണ്ട് ഗുണിച്ചു അല്ലേ. രണ്ടാമത്തെ സ്ക്വയർ നമ്പർ 4 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? 2നെ 2 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. ഇനി മൂന്നാമത്തെ സ്ക്വയർ നമ്പർ 9 കിട്ടാൻ വേണ്ടി 3നെ 3 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തതല്ലേ. അപ്പം നാലാമത്തെ സ്ക്വയർ നമ്പർ 16 കിട്ടാൻ വേണ്ടി 4നെ 4 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിൽ നമ്മളെന്ത് മനസ്സിലാക്കി? എത്രാമത്തെ സ്ക്വയർ നമ്പറാണോ അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? അത്രാമത്തെ സംഖ്യ. ഇപ്പോൾ രണ്ടാമത്തെ സ്ക്വയർ നമ്പറാണ് 2 എന്നുള്ള സംഖ്യ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് രണ്ടാമത്തെ സ്ക്വയർ നമ്പർ കിട്ടുക. അങ്ങനെയാണെങ്കിൽ 20നെ 20 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 20നെ 20 കൊണ്ട് ഗുണിക്കുമ്പോൾ 400 കിട്ടുന്നതാണ്. 400 എത്രാമത്തെ സ്ക്വയർ നമ്പർ ആയിരിക്കും? 20ാമത്തെ സ്ക്വയർ നമ്പർ ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ മറ്റൊരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ട്. അതായത് രണ്ടാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യത്തെ 2 ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് രണ്ടാമത്തെ സ്ക്വയർ നമ്പർ 4 കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യത്തെ 3 ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് മൂന്നാമത്തെ സ്ക്വയർ നമ്പറായ 9 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കണ്ടെത്തി? 20ാമത്തെ സ്ക്വയർ നമ്പറാണ് 400. അപ്പം 20ാമത്തെ സ്ക്വയർ നമ്പർ, മൂന്നാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടി 3 ഒറ്റ സംഖ്യകൾ കൂട്ടണം. നാലാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടി 4 ഒറ്റ സംഖ്യകൾ ആദ്യത്തെ കൂട്ടണം. അപ്പോൾ 20ാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യത്തെ 20 ഒറ്റ സംഖ്യകൾ കൂട്ടണം അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി അല്ലേ. ചോദ്യം എന്താണ്? ഹൗ മെനി ഓഡ് നമ്പേഴ്സ് ലൈക്ക് 1 3 5 ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400? എത്ര ഓഡ് നമ്പേഴ്സ് 1 3 5 ഇതുപോലെ വരുന്ന എത്ര ഓഡ് നമ്പേഴ്സ് കൂട്ടുമ്പോഴാണ് 400 കിട്ടുക? എത്ര ഓഡ് നമ്പേഴ്സാണ്? 20 ഓഡ് നമ്പേഴ്സ് ആർ ടു ബി ആഡഡ് ടു ഗെറ്റ് 400. 20 ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോഴാണ്, ആദ്യത്തെ 20 ഒറ്റ സംഖ്യകൾ കൂട്ടുമ്പോഴാണ് 400 കിട്ടുക. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ. വിച്ച് ഈസ് ദ ലാസ്റ്റ് ഓഡ് നമ്പർ ആഡഡ് ഇൻ ദിസ്? ഇതിൽ അവസാനം കൂട്ടുന്ന ഒറ്റ സംഖ്യ ഏതാണ്? അപ്പോൾ ആദ്യത്തെ 20 ഒറ്റ സംഖ്യകളാണ് കൂട്ടുന്നത്. അപ്പോൾ അവസാനം കൂട്ടുന്ന ഒറ്റ സംഖ്യ 20ാമത്തെ ഒറ്റ സംഖ്യ ആയിരിക്കും അല്ലേ. അപ്പോൾ 20ാമത്തെ ഒറ്റ സംഖ്യ 20th ഓഡ് നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ 20th ഓഡ് നമ്പർ ഏതായിരിക്കും? അത് നമ്മൾക്ക് അറിയില്ല അല്ലേ. അപ്പം നമ്മൾക്ക് എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ഒറ്റ സംഖ്യ സെക്കൻഡ് ഓഡ് നമ്പർ ഏതാണ്? 3 ആണ്. ഈ 3 കിട്ടാൻ വേണ്ടി 2ൻ്റെ നേരെ ഇരട്ടി കണ്ടിട്ട് അതിൽ നിന്ന് 1 കുറച്ചതാണ്. 2ൻ്റെ നേരെ ഇരട്ടി 4 ആണ്. 4ൽ നിന്ന് 1 കുറച്ചതാണ് 3. ഇനി മൂന്നാമത്തെ ഒറ്റ സംഖ്യ ഏതാണ്? 5 ആണ് അല്ലേ. ഈ 5 കിട്ടാൻ വേണ്ടി മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ 3ൻ്റെ നേരെ ഇരട്ടി കാണുക 6 ആണ്. 6ൽ നിന്ന് 1 കുറച്ചതാണ് 5. ഇനി നാലാമത്തെ ഒറ്റ സംഖ്യ 7 ആണ്. 7 കിട്ടാൻ വേണ്ടി നാലാമത്തെ എന്ന് പറയുമ്പോൾ 4ൻ്റെ നേരെ ഇരട്ടി 8 ആണ്. 8ൽ നിന്ന് 1 കുറക്കുക 7 ആണ്. ഇനി അഞ്ചാമത്തെ ഒറ്റ സംഖ്യ 9 ആണ്. അപ്പം 5ൻ്റെ നേരെ ഇരട്ടി 10 ആണ്. 10ൽ നിന്ന് 1 കുറച്ചതാണ് 9. അപ്പോൾ 20ാമത്തെ ഒറ്റ സംഖ്യ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 20ൻ്റെ നേരെ ഇരട്ടി കാണുക. അപ്പോൾ എത്രയായിരിക്കും? 40 ആയിരിക്കും. 40ൽ നിന്ന് 1 കുറച്ചതായിരിക്കും എന്ത്?
20ാമത്തെ ഒറ്റസംഖ്യ 20th ഓഡ് നമ്പർ. അപ്പോൾ എത്രയാണ് 20? നിങ്ങളിങ്ങനെ കണ്ടാൽ മതി. 20 × 2 കാണുക, അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുക. അപ്പോൾ 20 × 2 40 ആണ്. 40ൽ നിന്ന് 1 കുറച്ചാൽ 39 ആണ് 20th ഓഡ് നമ്പർ. സിമ്പിളായിട്ട് നിങ്ങളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. എത്രാമത്തെ ഒറ്റസംഖ്യ കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എത്രാമത്തെ എന്ന് പറയുമ്പോൾ അതിന് നേരെ ഇരട്ടി കാണുക. കാരണം ഒറ്റസംഖ്യ എന്ന് പറയുമ്പോൾ 1 ഇടപെട്ടിട്ടാണ് വരുന്നത്. അപ്പം ഇപ്പോൾ 10ാമത്തെ ഒറ്റസംഖ്യ എന്ന് പറയുമ്പോൾ 10ൻ്റെ നേരെ ഇരട്ടി 20. 20ൽ നിന്ന് 1 കുറക്കുക. അതായത് 20 ഈവൺ നമ്പറാണ്, ഇരട്ട സംഖ്യയാണ്. അതിൽ നിന്ന് 1 കുറക്കുക. 19 ആയിരിക്കും 10ാമത്തെ ഒറ്റസംഖ്യ. അപ്പോൾ എത്രാമത്തെ ഒറ്റസംഖ്യ കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് 4th ക്വസ്റ്റ്യനും അത് തന്നെയാണ്. വിച്ച് ഈസ് ദ 50th ഓഡ് നമ്പർ. 50ാമത്തെ ഒറ്റസംഖ്യ ഏതാണ്? അപ്പോൾ 50ാമത്തെ ഒറ്റസംഖ്യ ഏതായിരിക്കും? ഓഡ് നമ്പർ ഏതായിരിക്കും? 50 × 2, അതായത് 50ൻ്റെ നേരെ ഇരട്ടി കാണുക, 100 ആണ്. 100 എന്നത് എന്താണ്? ഇരട്ട സംഖ്യയാണ്. ഈ 100ൽ നിന്ന് 1 കുറക്കുക. അപ്പോൾ 99 ആണ്. 99 ആണ് ഏത്? 50ാമത്തെ ഒറ്റസംഖ്യ. ഇനി ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സം ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to ദിസ് നമ്പർ? 1 മുതൽ അതായത് ഈ നമ്പർ വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ തുക ഏതായിരിക്കും? ഈ നമ്പർ എന്ന് പറയുമ്പോൾ 50th ഓഡ് നമ്പർ നമ്മൾ ഏതെന്ന് കണ്ടെത്തി? 99 എന്ന് കണ്ടെത്തി അല്ലേ? അപ്പം 1 മുതൽ ഈ 99 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മാണ്, തുകയാണ് കാണേണ്ടത്. അതായത് ആദ്യത്തെ 50 ഒറ്റസംഖ്യകളാണ് അല്ലേ? 50 ഒറ്റസംഖ്യകളാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ. 50ാമത്തെ ഒറ്റസംഖ്യയാണല്ലോ 99 കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റത്തെ 50 ഒറ്റസംഖ്യകളുടെ തുകയാണ് നിങ്ങൾ കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ 50 ഒറ്റസംഖ്യകളുടെ എന്ന് പറയുമ്പോൾ 50 ഒറ്റസംഖ്യകളുടെ തുക നമ്മൾ ഇങ്ങനെ കൂട്ടി ചെയ്യുക നമ്മൾക്ക് അസാധ്യമാണല്ലോ, ഒരുപാട് സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? നമ്മൾ സ്ക്വയർ നമ്പേഴ്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 1 + 3 + 5 ആദ്യത്തെ 3 ഒറ്റസംഖ്യകൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 9. മൂന്നാമത്തെ സ്ക്വയർ നമ്പറാണ്, സമചതുര സംഖ്യയാണ് കിട്ടുന്നത്. ഇനിയിപ്പോൾ ആദ്യത്തെ 4 ഒറ്റസംഖ്യകൾ, 4 ഓഡ് നമ്പേഴ്സ്, 4 ഓഡ് നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 16 ആണ് കിട്ടുക. ഈ 16 എന്നത് 4ാമത്തെ സ്ക്വയർ നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ആദ്യത്തെ 50 ഒറ്റസംഖ്യകൾ ഇങ്ങനെ 1, 3, 5, 7 ഇങ്ങനെ നമ്മൾക്ക് ആദ്യത്തെ 50 ഒറ്റസംഖ്യകൾ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 50ാമത്തെ സ്ക്വയർ നമ്പർ കിട്ടും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾക്ക് എഴുതാം, കാരണം കൂട്ടിയിട്ട്, അതായത് 3 കൂട്ടേണ്ടത് നമുക്ക് 9 എന്ന് എഴുതാം, 16 എന്ന് എഴുതാം. പക്ഷേ ഈ 50 കൂട്ടിയിട്ട് എത്രയാണ് നമ്മൾക്ക് എഴുതാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മൾക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യത്തെ 50 ഒറ്റസംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 50ാമത്തെ സ്ക്വയർ നമ്പർ കിട്ടുമെന്നറിയാം. പക്ഷേ 50ാമത്തെ സ്ക്വയർ നമ്പർ ഏതാണെന്ന് നമ്മൾക്കറിയില്ല. ഈ 50ാമത്തെ സ്ക്വയർ നമ്പർ ഏതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ തുകയും ആയി അല്ലേ? കാരണം ഈ തുകയാണ് 50ാമത്തെ സ്ക്വയർ നമ്പർ. അപ്പോൾ 50ാമത്തെ സ്ക്വയർ നമ്പർ കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അതായത് നമ്മൾ മറ്റൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം 1 ആണ് 1ാമത്തെ സ്ക്വയർ നമ്പർ. 1 കിട്ടാൻ വേണ്ടി 1നെ 1 കൊണ്ട് ഗുണിച്ചു. ഇനി 2ാമത്തെ സ്ക്വയർ നമ്പർ 4 ആണ്. ഈ 4 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? 2നെ 2 കൊണ്ട് ഗുണിച്ചു അല്ലേ? ഇനി 3rd സ്ക്വയർ നമ്പർ 9 ആണ്, 9 ആണ്. ഈ 9 കിട്ടാൻ വേണ്ടി എന്താണ് ചെയ്തത്? ഈ 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ 50ാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 50യെ 50 കൊണ്ട്, 50നെ 50 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 50ാമത്തെ സ്ക്വയർ നമ്പർ കിട്ടും. അപ്പോൾ 50നെ 50 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 50 അല്ല, എത്രയാണ്? 2500 ആണ് അല്ലേ? 2500 ആണ്. അപ്പോൾ ഈ 50ാമത്തെ സ്ക്വയർ നമ്പറാണ് ആദ്യത്തെ 50 ഒറ്റസംഖ്യകളുടെ തുകയെന്ന് നമ്മൾ നേരത്തെ കണ്ടെത്തിയല്ലേ? അപ്പം ഈ 50 ഒറ്റസംഖ്യകളുടെ തുകയാണ് ഏത്? 50ാമത്തെ സ്ക്വയർ നമ്പർ. അപ്പോൾ 50ാമത്തെ സ്ക്വയർ നമ്പർ 2500 ആണ്. അപ്പോൾ ആദ്യത്തെ 50 ഒറ്റസംഖ്യകളുടെ തുകയും എന്താണ്? 2500 ആണ്. അപ്പോൾ എത്രയാണ് ആൻസർ? വാട്ട് ഈസ് ദ സം ഓഫ് ദ ഓഡ് നമ്പേഴ്സ് ഫ്രം 1 to ദിസ് നമ്പർ? അതായത് 1 to 99 വരെയുള്ള ഓഡ് നമ്പേഴ്സിൻ്റെ ഒറ്റസംഖ്യകളുടെ തുക എത്രയാണ്? അതായത് 1 to 99 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 50 ഒറ്റസംഖ്യകൾ എത്രയാണ്? 2500 ആണ് സം. ഓക്കെ. നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. ഈ ചിത്രങ്ങൾ നിങ്ങൾ നോക്കുക. എന്താണ്? 4 എന്നുള്ളത് 2ാമത്തെ സ്ക്വയർ നമ്പറാണ്, സെക്കൻഡ് സ്ക്വയർ നമ്പറാണ്. ഈ 4 കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? 2 നടുക്ക് എഴുതിയിട്ട് എന്ത് ചെയ്തു? അപ്പുറം ഇപ്പുറം 1 എഴുതി. അതായത് ചിത്രത്തിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 നടുക്ക് 2 പൊട്ടുകൾ, മുകളിലും താഴെയും ഓരോ പൊട്ടുകൾ അല്ലേ? ഇനി 9 എന്താണ്? 3ാമത്തെ സ്ക്വയർ നമ്പറാണ്. 3ാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ വേണ്ടി 3 നടുക്ക് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ഇടത് ഭാഗത്ത് 1, 2 കൂട്ടി, വലത് ഭാഗത്ത് 2, 3 കൂട്ടി. ഇനി 16 4ാമത്തെ സ്ക്വയർ നമ്പറാണ്. അപ്പം 4 നടുക്ക് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? 1, 2, 3 കൂട്ടി, 3, 2, 1 വലത് ഭാഗത്തും കൂട്ടി. അങ്ങനെയാണെങ്കിൽ ഹൗ ഡു വി റൈറ്റ് 25 ആസ് എ സം ലൈക്ക് ദിസ്? 25ന് നമ്മൾക്ക് ഈ രീതിയിൽ എങ്ങനെ എഴുതാം? 25 25 5ാമത്തെ സ്ക്വയർ നമ്പറാണ്. അപ്പോൾ 5 നടുക്ക് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇടത് ഭാഗത്ത് 1 + 2 + 3 + 4, വലത് ഭാഗത്ത് 3 താഴോട്ടേക്ക് എങ്ങനെയാണ്? 4 + 3 + 2 + 1 എഴുതുക. ഇനി ഹൗ അബൌട്ട് 36? 36ന് എങ്ങനെ എഴുതാം? 36 6ാമത്തെ സ്ക്വയർ നമ്പറാണ്, നമ്മൾക്കറിയാം. അതായത് 6 ഗുണിക്കണം 6 × 6 ആണ് 36. അപ്പോൾ 6 നടുക്ക് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആദ്യത്തെ 5 സംഖ്യകൾ ഇടത് ഭാഗത്ത് കൂട്ടുക. പിന്നെ എന്ത് ചെയ്യുക? 5 സംഖ്യകൾ 3 താഴോട്ടേക്ക് വലത് ഭാഗത്തും കൂട്ടുക. ക്യാൻ യു റൈറ്റ് 100 ആസ് സച്ച് എ സം? 100 നമ്മൾക്ക് ഇതുപോലെ എഴുതാൻ പറ്റുമോ?
എഴുതാൻ പറ്റും അല്ലേ? കാരണം 100 എന്താണ് ഒരു സ്ക്വയർ നമ്പറാണ്. 10 × 10 ആണ് 100. അപ്പം എന്ത് ചെയ്യുക? 10 നടുക്ക് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? 1 മുതൽ 9 വരെ ഇടത് ഭാഗത്ത് കൂട്ടുക. 9 മുതൽ 2 വരെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് വലത് ഭാഗത്തും കൂട്ടുക. നെക്സ്റ്റ് സ്ക്വയർ പ്രൊഡക്റ്റ് വർഗ്ഗഗുണനം. 4 and 9 ആർ സ്ക്വയേഴ്സ്. 4ഉം 9ഉം സ്ക്വയേഴ്സ് ആണ്, വർഗ്ഗങ്ങളാണ്. വാട്ട് അബൌട്ട് ദറ്റ് പ്രൊഡക്റ്റ്? ഇനി അത് തമ്മിൽ ഗുണിച്ചാൽ എത്രയായിരിക്കും? 36 ആയിരിക്കും അല്ലേ? ഈ 36ഉം സ്ക്വയർ നമ്പർ ആണോ? 36 ഓൾസോ ഈസ് സ്ക്വയർ. 36 ഒരു സ്ക്വയർ നമ്പർ ആണ്. കാരണം എന്താണ്? 6 × 6 ആണ് 36 അല്ലേ? അപ്പോൾ ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് സ്ക്വയർ നമ്പറാണ്. അപ്പോൾ 36 എന്താണ്? ഒരു സ്ക്വയർ നമ്പറാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കി? രണ്ട് സ്ക്വയർ നമ്പർ 4ഉം 9ഉം സ്ക്വയർ നമ്പറാണ്. അപ്പോൾ ഇത് ഗുണിച്ചപ്പോൾ കിട്ടിയതും എന്താണ്? 36ഉം ഒരു സ്ക്വയർ നമ്പറാണ്. അപ്പോൾ എല്ലാ നമ്പറും ഇങ്ങനെ ആയിരിക്കുമോ? നമുക്ക് ചെക്ക് ചെയ്യാം അല്ലേ? ഇപ്പം 25 × 16 എന്താണ്? രണ്ട് സ്ക്വയർ നമ്പറാണ്. ഇത് തമ്മിൽ ഗുണിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഇത് ഗുണിക്കാൻ വേണ്ടി 4 × 9 നമുക്ക് പെട്ടെന്ന് ഗുണന പട്ടിക വെച്ച് നമ്മൾ 36 എന്ന് കണ്ടു. അതുപോലെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം? 25 സ്ക്വയർ നമ്പറാണ്. അപ്പോൾ എന്ത് ചെയ്യാം? സ്ക്വയർ നമ്പറിനെ ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ എഴുതാം. 5 × 5 25 ആണ്. അതുപോലെ തന്നെ 16നെയും നമുക്ക് എന്ത് എഴുതാം? 4 × 4 ആണ് 16 അല്ലേ? അപ്പോൾ 25 × 16 എങ്ങനെ മാറ്റി എഴുതാം? 2 5 ഗുണിക്കുക 25 ആയി. 2 4 ഗുണിച്ചാൽ 16 ആയി. ഈ രീതിയിൽ മാറ്റി എഴുതി. ഇനി ഇതിനെന്ത് ചെയ്തു? ഒരു 5ഉം ഒരു 4ഉം, അതായത് 2 5 ഉണ്ടല്ലോ. 25ൻ്റെ ഒരു 5ഉം 16ൻ്റെ ഒരു 4ഉം എഴുതി ബ്രാക്കറ്റ് ഇട്ടു. പിന്നെ മറ്റേ 5ൻ്റെ 4. അപ്പോൾ എന്ത് കിട്ടി? 5ൻ്റെ 4 20 ആണ്. മറ്റേതും 20 ആണ്. അപ്പോൾ 20 × 20 ആണ് കിട്ടുന്നത്. അതായത് ഒരു സംഖ്യ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് എന്തായിരിക്കും? സ്ക്വയർ നമ്പർ ആയിരിക്കും. അപ്പോൾ 25 × 16ഉം എന്തായിരിക്കും? സ്ക്വയർ നമ്പർ ആയിരിക്കും. 20 × 20 എത്രയാണ്? 400 ആണ്. അപ്പോൾ 400 സ്ക്വയർ നമ്പറാണ്. 25 × 16 സ്ക്വയർ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഏത് രണ്ട് സ്ക്വയേഴ്സിനെ തമ്മിൽ ഗുണിച്ചാലും കിട്ടുക ഒരു സ്ക്വയർ നമ്പർ ആയിരിക്കും അല്ലേ? ഇൻ ദ സെയിം വേ can we see that the product of any two squares is again a square. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ രണ്ട് സ്ക്വയേഴ്സ് അത് ഗുണിച്ചാൽ കിട്ടുന്ന സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. നമുക്കിനി പ്രോബ്ലം ചെയ്യാം. റീറൈറ്റ് ഈച്ച് ഓഫ് ദ പ്രോഡക്ട്സ് ബിലോ ആസ് ദ പ്രോഡക്റ്റ് ഓഫ് എ നമ്പർ ബൈ ഇറ്റ് സെൽഫ്. നിങ്ങൾ റീറൈറ്റ് ചെയ്യണം, മാറ്റി എഴുതണം. എന്താണ്? ഈച്ച് ഓഫ് ദ പ്രോഡക്ട്സ് ബിലോ, അതായത് ഈ എഴുതിയിരിക്കുന്ന പ്രോഡക്ട്സ് 9 × 16 എന്താണ്? ഇതിനെ നിങ്ങൾ സെയിം നമ്പർ തമ്മിൽ ഗുണിക്കുന്ന രീതിയിൽ. ഇപ്പോൾ 9 × 16 വ്യത്യസ്തമാണ്. അപ്പോൾ ഒരേ നമ്പർ തമ്മിൽ ഗുണിക്കുന്ന രീതിയിൽ, അതായത് സ്ക്വയർ നമ്പർ ആയിട്ട് മാറ്റി എഴുതാൻ വേണ്ടിയിട്ടാണ്. നമ്പർ കാണേണ്ടതില്ല, ഒരേ നമ്പർ തമ്മിൽ ഗുണിക്കുന്ന രീതിയിൽ. നമ്മളിപ്പോൾ 20 × 20 എഴുതിയില്ലേ? 25 × 16 മാറ്റി എഴുതിയല്ലോ, അതേ രീതിയിൽ മാറ്റി എഴുതുക. അപ്പോൾ ഫസ്റ്റ് വൺ 9 × 16. 9 എങ്ങനെ എഴുതാം? 3 × 3 ആണ് 9. ഇനി 16 എന്താണ്? 4 × 4 ആണ്. ഇനി ഈ ഒരു 3യും ഈ ഒരു 4ഉം തമ്മിൽ ഗുണിക്കുക. ഈ ഒരു 3യും ഈ ഒരു 4ഉം ഗുണിക്കുക. അപ്പോൾ അങ്ങനെ എഴുതാം. ഫസ്റ്റിൽ 3 × 4. ഇനി എന്ത് ചെയ്യാം? ഇൻറ്റു ഇടണം. പിന്നെ വീണ്ടും 3 × 4. അതായത് രണ്ട് 3 × 4നെ ഒരുമിച്ച് എഴുതി അല്ലേ? 3 × 4 എത്രയാണ്? 12 ആണ്. ഈ 3 × 4ഉം 12 ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്തു? ഒരേ നമ്പർ തമ്മിൽ ഗുണിക്കുന്ന രീതിയിൽ ഏതിനെ മാറ്റി എഴുതി? 9 × 16നെ മാറ്റിയതല്ലേ? അപ്പോൾ 9 ഗുണിക്കണം 16 എത്ര കിട്ടി? 12 × 12 എന്ന് കിട്ടി അല്ലേ? ഇനി 12 × 12 എന്ന് മാത്രമേ നമുക്ക് ആൻസർ കാണേണ്ടതുള്ളൂ. കാരണം എന്താണ്? നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഗുണിക്കുന്ന രീതിയിൽ മാറ്റി എഴുതാനാണ് പറഞ്ഞത്. ആൻസർ കാണാൻ പറഞ്ഞില്ല. ഇനി 12 × 12 എത്രയാണ്? 144 ആണ്. ഇതൊരു സ്ക്വയർ നമ്പറാണ്, നമ്മൾക്കറിയാമല്ലേ? 144 സ്ക്വയർ നമ്പറാണ്. അപ്പോൾ ഇത് ഈ 9 × 16ഉം എന്താണ്? 9 സ്ക്വയർ നമ്പറാണ്, 16 സ്ക്വയർ നമ്പറാണ്. അപ്പം ഉത്തരം കിട്ടുന്നത് എന്താണ്? ഒരു സ്ക്വയർ നമ്പറാണ്. നമ്മളോട് ഇത് 144 നമ്മൾക്ക് കാണേണ്ട, ഇത്ര വരെ മാത്രമേ കാണേണ്ടതുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ പറഞ്ഞതാണ്. നെക്സ്റ്റ് 16 × 36. ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 16 4 × 4 ആണ്. 36 6 × 6 ആണ്. ഇനി എന്ത് ചെയ്യാം? ഒരു 4ഉം ഒരു 6ഉം എഴുതുക. ഇനി മറ്റേതിൽ ഒരു 4ഉം ഒരു 6ഉം ഒരുമിച്ച് എഴുതുക, ബ്രാക്കറ്റ് ഇടുക. ഇനി 4 × 6 എത്രയാണ്? 24 ആണ്. 24. ഇതാണ് രണ്ടാമത്തേൻ്റെ ആൻസർ. 16 × 36 എത്രയാണ്? 24 × 24 ആണ്. നെക്സ്റ്റ് തേർഡ് വൺ 36 × 49. 36ന് 6 × 6 എന്ന് എഴുതാം. 49ന് 7 × 7 എന്ന് എഴുതാം. ഒരു 6ഉം ഒരു 7ഉം എഴുതുക. ഒരു 6ഉം ഒരു 7ഉം എഴുതുക. ഇൻറ്റു ഇവിടെ ഇടണം. ഇനി 6 × 7 എത്രയാണ്? 42 ആണല്ലേ? 42 × 42. അപ്പോൾ 36 × 49 എത്രയാണ്? 42 × 42 എന്ന് എഴുതാം അല്ലേ? ഇനി 49 × 64. 49ന് 7 × 7 ആണ് 49. 64 8 × 8 ആണ്. അപ്പം 7 × 8 ഇൻറ്റു 7 × 8. 7 × 8 എത്രയാണ്? 56 ആണല്ലേ? 56 × 56. അപ്പോൾ 49 × 64 എത്രയാണ്? 56 × 56 അല്ലേ? നെക്സ്റ്റ് 81 × 25. 81 എത്രയാണ്? 9 ഗുണിക്കണം 9 ആണ് 81 അല്ലേ? ഇനി ഗുണിക്കണം 25 ഉണ്ട്. 25ന് 5 ഗുണിക്കണം 5 എന്ന് എഴുതാം. ഒരു 9 എഴുതുക, ഒരു 5 എഴുതുക.
മറ്റേ 9 ഗുണിക്കണം ഇടുക, മറ്റേ 9ഉം മറ്റേ 5 എഴുതുക. ഇനി എത്രയാണ് 9 ഗുണിക്കണം 5 45 45 ഗുണിക്കണം 45 45 ഇൻറ്റു 45 ആണ് ഏത് 81 ഇൻറ്റു 25. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ഈച്ച് ഓഫ് ദ പ്രോഡക്ട്സ് ബിലോ ഇൻ യുവർ ഹെഡ്. നിങ്ങൾ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ മനക്കണക്കായിട്ടാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ 25 ഇൻറ്റു 4. 25 എന്ന് 2 5 ഗുണിച്ചാലാണ് 25. അതിൽ ഒരു 5 മാത്രം എഴുതുക. 5 നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിൽ കണ്ടാൽ മതി. ഇനി 4 എന്നത് 2 2 ഗുണിച്ചാലാണ് 2 ഇൻറ്റു 2 ആണ് 4. അതിൽ ഒരു 2 എഴുതുക. അപ്പോൾ 5 ഇൻറ്റു 2 എത്രയാണ് 10 ആണ്. ഇതുപോലെയുള്ള 2 5 ഇൻറ്റു 2 ഉണ്ട് അല്ലേ. അതായത് 25ൻ്റെ 2 5ഉം 4ൻ്റെ 2 2 ഉണ്ട്. നമ്മൾ ഒരു 5 ഒരു 2 മാത്രമേ ഗുണിച്ചുള്ളൂ. അപ്പോൾ 10 കിട്ടി, 10 കിട്ടി. അപ്പോൾ ഇതുപോലെ 2 10 ഗുണിക്കണം. അപ്പോൾ 2 10 ഗുണിച്ചാൽ 100 ആണ്. അപ്പോൾ 100 ഇതിൻ്റെ ആൻസർ. ഇനി അതുപോലെ തന്നെ 25 ഇൻറ്റു 16. 25ൻ്റെ ഒരു 5ഉം 16 എന്ന് 4 ഇൻറ്റു 4 ആണ്, അതിൻ്റെ ഒരു 4ഉം. അപ്പോൾ 5 ഇൻറ്റു 4 20 ആണ്. 2 20 ഗുണിക്കണം. അപ്പോൾ 20 ഇൻറ്റു 20 എത്രയാണ് 400 ആണ് ആൻസർ. 25 ഇൻറ്റു 16 എത്രയാണ് 400. നെക്സ്റ്റ് തേർഡ് വൺ 25 ഇൻറ്റു 36. 25 എന്നത് 2 5 ആണ്. 5 ഇൻറ്റു 5 ആണ്, ഒരു 5 എഴുതുക. ഇനി 36 2 6 ആണ്. 6 ഇൻറ്റു 6 ആണ് 36. അപ്പോൾ ഒരു 6 എഴുതുക. അപ്പോൾ 5 ഇൻറ്റു 6 എത്രയാണ് 30 ആണ്. അപ്പോൾ 2 30 ഉണ്ട്. 30 ഇൻറ്റു 30 എത്രയാണ് 900 ആണ്. അപ്പോൾ എത്രയാണ് 25 ഇൻറ്റു 36 900 ആണ് ആൻസർ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ 25 ഇൻറ്റു 64. 25 എന്നത്, അതായത് ഇതൊന്നും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിൽ തന്നെ കരുതണം. 25 എന്ന് പറയുമ്പോൾ 2 5 ഗുണിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഒരു 5 മനസ്സിൽ കരുതുക. 64 എന്നത് 2 8 ഗുണിക്കുന്നതാണ്. അതിൽ ഒരു 8 മനസ്സിൽ കരുതുക. അപ്പോൾ എന്താണ് ഒരു 5ഉം ഒരു 8 ആണുള്ളത്. അപ്പം 5 ഇൻറ്റു 8 എത്രയാണ് 40 ആണല്ലേ, 40 ആണ്. അപ്പോൾ ഇതുപോലെ 2 5ഉം 2 8ഉം ഉണ്ട്. അപ്പം 40 ഇൻറ്റു 40 കാണണം. അപ്പോൾ എത്രയാണ് 1600 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെസണിൽ വരുന്ന ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ്സിൽ വയ്ക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.